ശ്രീമുഖി സങ്കീർത്തനാപി സ്വാധീനീശ്വരി ശിവസമാരംഭാം ശ്രീമധ്യം അസ്മദാചാര്യപര്യന്താം ഗുരുപരം ഭഗവത്പാദം സുപ്രഭാഷവിദോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. വ്രതകർണികം നാനാധികം ഭാഷ്യം. ജലസൂര്യാദി പ്രതിബിംബവത് ആത്മപ്രവേശശ്ച പ്രതിബിംബവത് വ്യാകൃതേ കാര്യലഭ്യത്വം. പ്രാഗുത്പത്തേർ അനുപലബ്ധാത്മാ പശ്ചാത്കാര്യ സൃഷ്ടേ വ്യാകൃതേ ബുദ്ധേർ അന്തരുപലഭ്യമാനഃ സൂര്യാദി പ്രതിബിംബവത് ജലാദോ കാര്യം സൃഷ്ട്വാ പ്രവിഷ്ടൈവ ലക്ഷ്യമാണോ നിർദ്ദിശ്യത്തെ സയേഷൈഹ പ്രവിഷ്ടഃ തത്സൃഷ്ട്വാ തദേവ അനുപ്രാവിശത് സയേതമേവ സീമാനം വിദ്യാജ്യ ഏതയാ ദ്വാരാ പ്രാപദ്യത സ്വയം ദേവതാക്ഷത കന്ദാഹം ഇമാ തിസ്രോ ദേവത അനേന ജീവേനാത്മനാനുപ്രവിശ്യ ഇത്യവുമാദിഭിः. നതു സർവഗതസ്യ നിരവയവസ്യ ദിഗ്ദേശകാല അന്തരാപക്രമണ പ്രാപ്തിലക്ഷണപ്രവേശ കദാചിദപി വദ്യത്തെ ന പരസ്പരാദാത്മനോ അന്യോസ്തി നാന്യോ അതോ അസ്തി ദ്രഷ്ടൃ നാന്യോ അതോ അസ്തി ശ്രോതൃ ഇത്യാദി ശ്രുതിരിത്യവോചാമഃ. ഉപലബ്ധ്യർത്ഥത്വാച സൃഷ്ടിപ്രവേശസ്ഥിത്യപ്യവാക്യാനാം ഉപലബ്ധേ പുരുഷാർത്ഥത്വശ്രവണ ആത്മാനമേവ അവേത് തസ്മാത് സർവമഭവത് ബ്രഹ്മവിദാപ്നോതി പരം സയോഹ വൈ തത്പരമം ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി. ആചാര്യവാൻ പുരുഷോ വേദ തസ്യ താവദേവ ചിരം ഇത്യാദി ശ്രുതിഭ്യഃ. തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദി തദനന്തരം തദ്യോഗ്യം സർവവിദ്യാനാം പ്രാപ്യതേ ഹ്യമൃതം തഥാ ഇത്യാദി സ്മൃതിഭ്യശ്ച. ഭേദദർശനാപവാദ സൃഷ്ട്യാദിവാക്യാനാം ആത്മീകത്വദർശനാർത്ഥപരതോ ഭവതി. തസ്മാത് കാര്യസ്ഥസ്യ ഉപലഭ്യത്വമേവ പ്രവേശ ഇത്യുപചര്യതേ. ഇവിടെ ചർച്ച ചെയ്തത് പരമാത്മാവിന്റെ പ്രവേശം ജീവരൂപത്തിൽ സൃഷ്ടിച്ചിട്ട് പ്രവേശിച്ചു. അതെങ്ങനെ സംഭവിക്കും, എങ്ങനെ പ്രവേശിക്കും, അതിൽ ദോഷങ്ങളെല്ലാം പറഞ്ഞു. അതിൽ പ്രധാനമായി എന്ന് പറഞ്ഞാണ് പ്രതിബിംബം പോലെ. സൂര്യന്റെ പ്രതിബിംബം ജലത്തിൽ പ്രവേശിച്ചിരിക്കുന്നത് പോലെ പരമാത്മാവ് സൃഷ്ടിച്ച്
ഈ സൃഷ്ടിയിൽ വന്ന ബുദ്ധി തുടങ്ങിയ ഉപാധിയിൽ പ്രതിബിംബിച്ചിരിക്കണം എന്ന് പറഞ്ഞു. അത് നിഷേധിച്ചു. അത് സംഭവിക്കാൻ വഴിയില്ല. കാരണം അവിടെ ദേശകാലങ്ങളൊക്കെ അപേക്ഷിക്കുന്നു. സൂര്യൻ ദൂരെയാണ്, ജലം ദൂരെയാണ്, ദേശ ഭേദം അവിടെയുണ്ട്. സൂര്യന് ഒരു ആകാരമുണ്ട്, ജലത്തിനൊരു രൂപമുണ്ട്, ജലം സ്വച്ഛമാണ്. അതുകൊണ്ട് ഈ ദൃഷ്ടാന്തത്തിൽ ഉദാഹരണത്തിൽ പറയുന്ന ബിംബ-പ്രതിബിംബഭാവം സംഭവിക്കാം. പക്ഷെ ആത്മാവിന് അത് സംഭവിക്കാൻ വഴിയില്ല. കാരണം ആത്മാവ് ഏകമാണെന്ന് പറഞ്ഞു. ഇതിനെ നിഷേധിച്ചു നേരത്തെ. വീണ്ടും അതേ പക്ഷം തന്നെ ഇവിടെ പറയുന്നു. അതാണ് സിദ്ധാന്തം. പ്രവേശിക്കുക, ആ പരമാത്മാവ് സൃഷ്ടിയിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ആ പരമാത്മ പ്രതിബിംബം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. മുമ്പ് പറഞ്ഞ ദോഷം പറയുന്നു, ആ പ്രതിബിംബത്തെ വാസ്തവമായി സ്വീകരിക്കാതിരുന്നാൽ മതി. ഒരു വാസ്തവത്തിലൊരു സൂര്യൻ, വാസ്തവത്തിലൊരു ജലം, അതിലൊരു പ്രതിബിംബം, അങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. ഇവിടെ പ്രതിബിംബം എന്ന് പറയുന്നത് കാൽപ്പനികമായിട്ട്, പാരമാർത്ഥികമായിട്ടല്ല. അനുഭവത്തിലുണ്ടെങ്കിലും പരമാർത്ഥത്തിൽ ഇല്ല. അതാണ് കാൽപ്പനികത. അനുഭവത്തിലുണ്ട്, പക്ഷെ അനുഭവത്തിലുള്ളതിനെ നമ്മൾ പരമാർത്ഥമെന്ന് ധരിക്കും. അനുഭവത്തിലുള്ളതുകൊണ്ടത് പരമാർത്ഥമായിരിക്കണമെന്നില്ല. അതുപോലെ പ്രതിബിംബഭാവം തന്നെയാണ്. അങ്ങനെ ജലസൂര്യാദി പ്രതിബിംബവത്, ജലസൂര്യാദി പ്രതിബിംബം പോലെ തന്നെയാണ് ആത്മപ്രവേശ. പ്രതിബിംബവത് വ്യാകൃതീയകാരി ഉപലഭ്യത്വ, പ്രതിബിംബത്തെ പോലെ വ്യാകൃതമായ കാര്യം, പരമാത്മാവ് തന്നെ സൃഷ്ടിച്ച കാര്യം, അല്ലെങ്കിൽ പ്രകടമായ കാര്യം, അഭിവ്യക്തമായ കാര്യം, ബുദ്ധി, ശരീരം തുടങ്ങിയാണ് കാര്യം. അതിലൂടെ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രതിബിംബത്തെ അല്ലെങ്കിൽ ഈ പ്രവേശം എന്ന് പറയുന്നത് ഇത് കാൽപ്പനികമായി സ്വീകരിച്ചാൽ മതി. അതുപോലെ സൂര്യനും അതിന്റെ ജലത്തിലുള്ള പ്രതിബിംബവും പോലെ എടുക്കരുത്. അതൊരിക്കലും സംഭവിക്കില്ല. രണ്ടുണ്ടെങ്കിലേ അത് സംഭവിക്കും. ഏകമായിരിക്കുന്നിടത്ത് മറ്റെന്തൊക്കെ അനുഭവങ്ങളുണ്ടോ, മറ്റേതെല്ലാം തരത്തിലുള്ള പ്രതീതികളുണ്ടോ, അതെല്ലാം കാൽപ്പനികമായി സ്വീകരിച്ചാൽ മതി. കാൽപ്പനികമായി എന്ത് സംഭവിക്കും? അതിന് വസ്തുസത്യം വേണമെന്നില്ല. സ്വപ്നം പോലെ ഇതൊന്നും ഇല്ലാതിരുന്നിട്ട് എല്ലാം അനുഭവപ്പെടുന്നു. ഭ്രാന്തി പോലെ വാസ്തവത്തിൽ ഇല്ലെങ്കിലും എല്ലാം അനുഭവപ്പെടുന്നു. അതുപോലെ കാൽപ്പനിക പ്രവേശ, കാൽപ്പനികമായ പ്രവേശത്തെ സ്വീകരിച്ചാൽ ഇത് ബിംബ-പ്രതിബിംബത്തെ പോലെയാണ്. ശാസ്ത്രാചാര്യാദയോ യദ്വൻ മോഹോ തത്വ എന്ന വസ്തുത പരമാർത്ഥത്തിലില്ല. ശാസ്ത്രം, ഗുരു, സാധന, ഉപദേശം ഇതെല്ലാം എന്താണ്? മോഹോ തത്വ, മോഹത്തിൽ നിന്നുണ്ടായതാണ്. വാർത്തികാരം പറയുന്നതാണ്. എന്ന വസ്തുത ഇതൊന്നും പരമാർത്ഥമല്ല. മോഹത്തിൽ പരമാർത്ഥത്തിൽ അനുഭവപ്പെടുന്നതാണ്. എന്നാൽ പരമാർത്ഥമല്ലാതെ പരമാർത്ഥത്തിൽ അനുഭവപ്പെടുന്നതാണ്. അതുപോലെ പ്രവേശോപ്യസ്യ താദൃശ്യ, പ്രവേശത്തെ അതുപോലെ എടുക്കും. എന്തിനു വേണ്ടി? അതാണ് ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഇതെന്തിനു വേണ്ടി? ഇത് ഒരു ശല്യമില്ലാതിരുന്നു. കേവലം ബിംബരൂപത്തിൽ ഇരുന്നു. എന്തിനാണ് പ്രതിബിംബം?
ഈ ജീവഭാവം, പിന്നെ സംസാരം, പിന്നെ അവിടെ വീണ്ടും ഒരു ശാസ്ത്രം, ആചാര്യൻ, ഉപദേശം, സാധന, പിന്നെ വീണ്ടും അതിനെ പ്രാപിക്കുക. ഇതിന്റെ ആവശ്യമുണ്ട്. ഇത് അതിന്റെ സ്വരൂപത്തിലങ്ങ് ഇരുന്നാൽ മതി. അതിന്റെ സ്വരൂപത്തെക്കുറിച്ച് എന്താ പറയുന്നത്? സച്ചിദാനന്ദഘനം. അപ്പൊ ഇത് സച്ചിദാനന്ദഘനമായിരുന്നാൽ മതിയായിരുന്നു. ഇവിടെ ഈ കോലാഹലങ്ങളിലൊക്കെ വന്ന് പെടുകയും വീണ്ടും അതിൽ നിന്ന് മോചനത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതിനൊരു വൈരുദ്ധ്യമുണ്ടല്ലോ. അതെന്തിനു വേണ്ടിയാണ് എന്നാണ്. അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. ഇങ്ങനെ ഒരു കുഴപ്പത്തിൽ ചെന്ന് ചാടിയിട്ട് പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന്റെ ആവശ്യമില്ലല്ലോ. അത് മറ്റു തരത്തിൽ സാധാരണ ചോദിക്കും. പല സമാധാനങ്ങളും പറയാറുണ്ട്. ഈ നിർഗുണം എന്തിനു സഗുണമായി? ഇത് നിത്യമുക്തമായിരിക്കുന്ന എന്തിന് ബന്ധനത്തിൽ വന്നു? പല സമാധാനങ്ങളുണ്ട്. ഒന്ന് പറയും വാസ്തവത്തിൽ അങ്ങനെ വന്നിട്ടില്ല, വന്നിട്ടെന്നുള്ള അനുഭവമുണ്ട്, അനുഭവം വാസ്തവമല്ല, അനുഭവത്തെ മാറ്റണം. എന്നാലും എന്തിനാ അനുഭവം വന്നു? വാസ്തവമായിട്ട് വേണ്ട. അങ്ങനെ ഒരു അനുഭവം എന്തിനു വന്നു? ഇത് പറയുന്നത് സത്യമാണെങ്കിൽ. ഈ ശല്യങ്ങളൊന്നുമില്ലാതെ, ജാഗ്രത സ്വപ്നങ്ങൾ ഒന്നുമില്ലാതെ സുഷുപ്തനായി അങ്ങനെ ഇരുന്നാൽ പോരെ? എന്തിനു ജാഗ്രത സ്വപ്നത്തിലേക്ക് വരുന്നു? എന്തിനു പ്രവേശിച്ചു? ജാഗ്രത സ്വപ്നങ്ങളിലേക്ക് വരുന്നതാണ് പ്രവേശം. ഈ പ്രതിബിംബം പോലെ ഈ ബുദ്ധി തുടങ്ങിയ ഉപാധികൾ പ്രവേശിക്കുന്നു, ശരീരത്തിനോട് താതാനം വിടുന്നു, അഹം എന്ന് അറിയുന്നു. പിന്നീട് പറയുന്നത് സംസാരമാണ്, ജനന മരണമാണ്, ജീവിതമാണ്, ബന്ധനമാണ്, ഇതൊക്കെ പറയുന്നു. പിന്നെ മുക്തിക്ക് വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ ഇരുന്നാൽ മതി, സുഷുപ്തനെ പോലെ. അതിൽ നിന്നൊരു വ്യതിചലനം എന്തിനു സംഭവിച്ചു എന്നാണ് അടുത്ത് പറയുന്നു. ഐകാത്മ്യ പ്രതിപത്തയെ ഇവിടെ പറയുന്ന സമാധാനം. പല സമാധാനങ്ങളും പറയും എന്തിനീ ഭ്രംശം സംഭവിച്ചു, ഈ ച്യുതി വീഴ്ച എന്തുകൊണ്ട് സംഭവിച്ചു? പറയുന്നു ഐകാത്മ്യ പ്രതിപത്തിക്ക് വേണ്ടി. വീണതെന്തിന്? എണീക്കാൻ വേണ്ടി. എന്നാ വീഴാതിരുന്നാ പോരെ? വീണിട്ടെണീക്കണം എന്ന് പറയുന്ന പോലെ ആ ഐകാത്മ്യ പ്രതിപത്തിക്ക് വേണ്ടി ഇത് സംഭവിച്ചു എന്നാണ്. മോഹ ഇങ്ങനെ ചോദിക്കും, എന്തിന് വീണു? എണീക്കാൻ വേണ്ടി. എന്നാ വീഴാതിരുന്നാ പോരെ എന്ന് ചോദിച്ചാൽ എന്ത് സമാനം പറയും? ആ ഏകത്വ ബോധത്തിന് വേണ്ടി ഇതൊക്കെ സംഭവിച്ചു. അപ്പൊ അതിന് പറയുന്ന സമാനത്തിന് എന്താണ്? എണീക്കണമെങ്കിൽ വീണാലേ പറ്റൂ, വീണാതെ എണീക്കാൻ പറ്റും. നിന്നു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാൻ പറ്റത്തില്ലല്ലോ, വീണു കഴിഞ്ഞാലേ പറ്റും. ഐകാത്മ്യ പ്രതിപത്തി, ഏകാത്മതാ ബോധം ഇതുകൊണ്ടേ സംഭവിക്കത്തുള്ളൂ, അല്ലാതെ സംഭവിക്കത്തില്ല. അതിനുവേണ്ടി തന്നെയാണിത് എന്ന് പറയുന്നത്. അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഐകാത്മ്യ പ്രതിപത്തി, അവിടെയും സംശയം വരും. എന്തിനങ്ങനെ ആ ബോധം, ഏകത്വബോധം, അതിന്റെ ആവശ്യം എന്തുകൊണ്ട് വന്നു? ആ സുഷുപ്തി അവസ്ഥ പോലെ ഇരുന്നാൽ, സച്ചിദാനന്ദ ഘനമായി ഒന്നുമില്ലാതെ അങ്ങനെ ഇരുന്നാൽ മതിയല്ലോ. പിന്നെ അവിടെ നിന്ന് ഇതിലേക്ക് വരിക, ജാഗ്രത സ്വപ്നത്തിലേക്ക് വരിക, പിന്നീട് പരിശ്രമിക്കുക പഴയ സ്ഥിതിയിലാകാം. ഇവിടെ വാസ്തവത്തിൽ പഴയ സ്ഥിതിയിലാകാനല്ല പരിശ്രമിക്കുന്നത്. ഇവിടെ എന്തിനുവേണ്ടി പരിശ്രമിക്കുന്നതെല്ലാം ഐകാത്മ്യ പ്രതിപത്തി, ഏകാത്മബോധം പറയുന്ന പോലെയാണ്.
വീണാലേ എണീക്കാൻ പറ്റും എന്ന് പറയുന്നത് പോലെ ഈ ഐകാത്മ്യ ബോധം അതിവിടെ സംഭവിക്കത്തുള്ളൂ. അത് സുഷുപ്തി സംഭവിക്കത്തില്ല, അല്ലെങ്കിൽ അതുപോലെയുള്ള നിർഗുണാവസ്ഥയിൽ സംഭവിക്കത്തില്ല. വീണിട്ട് എഴുന്നേക്കാൻ പറ്റുമെന്ന് പറയുന്നത് പോലെ ഈ പ്രവേശോപ്യസ്യ താദൃശ്യം, ഈ പ്രവേശം കൊണ്ടേ അത് സംഭവിക്കത്തുള്ളൂ. ആദ്യം പ്രവേശിക്കണം, പിന്നീട് അറിയണം. ആദ്യം ഈ ദേഹാദികൾ ബുദ്ധിയാദികളിലും മറ്റും ഈ പ്രതിബിംബം പോലെ പ്രവേശിക്കണം, താതാത്മ്യപ്പെടണം, പിന്നീട് അറിയുക എന്തിനെ? സ്വസ്വരൂപത്തെ. അതിനു വേണ്ടിയിട്ടാണ്. അതെന്തുകൊണ്ട് അറിയുന്നില്ല? കാരണം അത് നിർഗുണമായിരുന്നത് എങ്ങനെ അറിയാൻ പറ്റും? നിർഗുണമായിരുന്ന അറിയാൻ കഴിയും. അവിടെ അറിയുന്നവൻ ദ്രഷ്ടാവ് അവിടെ ഇല്ല. പിന്നെ എങ്ങനെ അറിയാൻ കഴിയുന്നത്? അപ്പൊ ദ്രഷ്ടാവ് ഉള്ളിടത്തേക്ക് വന്നാലേ അറിയാൻ പറ്റും. കണ്ണിനെ കാണണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കണ്ണാടിയുടെ മുമ്പിൽ പിടിച്ചാലും പറ്റും. അല്ല, കണ്ണ് എല്ലാത്തിനെയും കാണുന്നതല്ലേ, അതിന് തനിയെ കണ്ടുകൂടെ എന്ന് ചോദിച്ചാൽ അത് സാധ്യമല്ല. അതിന് പ്രതിബിംബമായിട്ട് അതിനെ കാണാൻ പറ്റും, ബിംബമായിട്ടൊരിക്കലും അതിനെ കാണത്തില്ല. കണ്ണിനെ കാണുന്നു എന്ന് പറയുന്നു. എന്താ കാണുന്നത്? വാസ്തവത്തിലുള്ള കണ്ണിനെയാണോ കാണുന്നത്? അല്ല, കണ്ണാടിയിൽ പതിഞ്ഞ കണ്ണിനെ കാണാൻ പറ്റും. ബിംബരൂപത്തിലുള്ള കണ്ണിനെ ആരും കണ്ടിട്ടില്ല. കാരണം കണ്ണിനൊരിക്കലും എതിരിട്ട് നോക്കാൻ കഴിയില്ല. പക്ഷെ കണ്ണാടിയിൽ എന്ത് കാണും? അതിന്റെ പ്രതിബിംബം കാണും, അതിനെ കാണും. അതിനെ കണ്ടിട്ട് പറയില്ല ഞാൻ കണ്ണിനെ കണ്ടിരിക്കുന്നു. സർവത്തെയും കാണുന്നതാണെങ്കിലും എല്ലാ കാഴ്ചയ്ക്കും സഹായിക്കുന്നതാണെങ്കിലും അതിനെ കാണാൻ അത് സഹായിക്കുന്നില്ല. അതെന്താ അങ്ങനെ? വസ്തു സ്വഭാവത്തെ സംബന്ധിച്ച് ചോദ്യം പാടില്ല. അഗ്നി എന്തുകൊണ്ടാണ് ദഹിപ്പിക്കുന്നത് ചോദിക്കരുത്. ചോദിച്ചിട്ട് കാര്യമില്ല, അതതിന്റെ സ്വഭാവമാണ്. അതിനെന്തെല്ലാം ശാസ്ത്രീയമായ വിശകലനങ്ങൾ കൊടുത്താലും അവിടെയെല്ലാം ചോദിക്കാം അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു. വീണ്ടും ചോദിക്കാം അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. അവസാനം പറയേണ്ടിയില്ല, അതതിന്റെ സ്വഭാവം. വിശദീകരണങ്ങൾ ഒരുപാട് കൊടുക്കാൻ പറ്റും. ഓരോ വിശദീകരണത്തിലും ഈ ചോദ്യം വരും, അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു. അഗ്നി ദഹിപ്പിക്കുക, അഗ്നിയുടെ സ്വഭാവം. കാണുക എന്ന് പറയുന്ന കണ്ണിന്റെ സ്വഭാവമാണ്. അതിന്റെ ഭാഗമാണ്, ആ സ്വഭാവത്തിന്റെ സവിശേഷതയാണ് തന്നെ കാണാതിരിക്കുക എന്നുള്ളത്. സർവത്തെയും കാണുന്നു, അതുകൊണ്ട് തന്നെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചാലോ കണ്ണാടിയെടുത്ത് മുമ്പിൽ പിടിക്കുക, പ്രതിബിംബത്തെ ആശ്രയിക്കുക. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നിർഗുണമായിരുന്നാൽ അതിന് അറിയാൻ പറ്റത്തില്ല. ഐകാത്മ്യ പ്രതിപത്തിയില്ല. എന്താ അങ്ങനെ നിർഗുണമായിരിക്കുന്നത്? അതാണ് അതിന്റെ സ്വഭാവം, അതിന്റെ സ്വരൂപം അങ്ങനെയാണ്. സംവിത് സ്വരൂപമായിരിക്കുക, സ്വയം പ്രകാശമായിരിക്കുക, സച്ചിദാനന്ദമായിരിക്കുക, അതതിന്റെ സ്വഭാവം. അതിന് ചോദ്യം ചെയ്യാൻ കഴിയില്ല, സ്വഭാവത്തിന് ചോദ്യമില്ല. പിന്നീട് എന്തിന് അതിൽ നിന്ന് അസ്വഭാവത്തിലിരുന്നാൽ പോരെ? എന്തിനതിൽ നിന്ന് ഈ മാറ്റം വരുത്തി? അതതിനെ അറിയാൻ വേണ്ടി. ആ സ്വഭാവത്തിലിരുന്നറിയാൻ സാധ്യമല്ല. കണ്ണിനെങ്ങനെയാണോ എതിരിട്ട് കണ്ണിനെ നോക്കാൻ കഴിയാത്തത്, അതുപോലെ അത് കേവലം നിർഗുണ പരനായിരുന്നു കഴിഞ്ഞാൽ അതിനറിയാൻ കഴിയില്ല. അതിനറിയുന്നതിന് വേണ്ടി, അതാണ് ഇവിടെ പറയുന്നത് ഐകാത്മ്യ പ്രതിപത്തയെ. അങ്ങനെ ഒരവസ്ഥ എന്തിനു വന്നു? ആദ്യം നിർഗുണമായിരിക്കുക, പിന്നെ അതിൽ നിന്ന് ഇതെല്ലാം സംഭവിക്കുക, പിന്നെ ഇവിടെ നിന്ന് അതിനെ അറിയാൻ ശ്രമിക്കുക.
എന്നാണ് അടുത്ത് പറയുന്നത് അവ്യാകൃതാവസ്ഥയെ ജഗതോ അസ്യ സ്വഭാവം. ഇതിനൊക്കെ ഒറ്റ സമാധാനം പറയാം. എന്താണ് അസ്യ സ്വഭാവത? അതിന്റെ സ്വഭാവം ശരിയല്ലേ? അവനവന്റെ ഗുണത്തെ കാണിക്കുന്നു. ഒരുത്തൻ ചീത്ത സ്വഭാവം കാണിച്ചാൽ പറയാം അതവന്റെ ഗുണമാണ്, അവൻ കാണിക്കുന്നു. നല്ല സ്വഭാവത്തെ കാണിച്ചാൽ പറയാം അതവന്റെ ഗുണമാണ്, എന്നുവെച്ചാൽ അവന്റെ സ്വഭാവമാണ്. അപ്പോൾ ഈ അവ്യാകൃതാവസ്ഥ അതങ്ങനെ നിർഗുണമായിരിക്കുക, ഒന്നിലും ഇടപെടാതിരിക്കുക, ഒന്നിനെയും കാണിക്കാതെ ഒന്നിനെയും കാണാതെ ഇരിക്കുക. അത് കഴിഞ്ഞാൽ നേരെ വിപരീതമായ മറ്റൊരവസ്ഥയിലേക്ക് വരിക, എല്ലാത്തിനെയും കാണുകയും കാണിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരിക. ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നു? പിന്നെ പറയുന്നു എന്തിനു വന്നു? അറിയാൻ വേണ്ടി വന്നു, സ്വസ്വരൂപത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി. ആ നിർഗുണാവസ്ഥയിൽ നിന്ന് ഈ അവസ്ഥയിലേക്ക് വന്നു, നിത്യമുക്താവസ്ഥയിൽ നിന്ന് ഈ ബന്ധനാവസ്ഥയിലേക്ക് വന്നു. ഇതാണ് ഇതിന്റെ സ്വഭാവം. അതാണ് ജഗത് അസ്യ സ്വഭാവത. ഇതിന്റെ സ്വഭാവം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇതാണ് ഇതിന്റെ അവസാനത്തെ സമാധാനം. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അവിടെ കേവലനായി ഏകനായി സത്തിനോട് ഏകീഭവിച്ചു, സംപ്രസാദനായിരുന്നു, അപീതനായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് വീണ്ടും ഈ ജാഗ്രതത്തിലേക്ക് വന്നു. ഇവിടെ ഗുരുവിനെയും ശാസ്ത്രത്തെയും മോക്ഷത്തെയൊക്കെ അന്വേഷിക്കുന്നു. ആണ് ഇതിന്റെ സ്വഭാവം. കണ്ണിന്റെ സ്വഭാവമാണ് സർവത്തെയും കാണുക, അതിനെ കാണാതിരിക്കുക, പിന്നെ അത് പ്രതിബിംബത്തെ കാണുക. കണ്ണിനെ സംബന്ധിച്ചത് ശരിയാണ്, കണ്ണിന് പ്രതിബിംബത്തിലൂടെ കാണാം. പക്ഷെ ഇങ്ങനെ വന്നാലും ഇതിനെ എങ്ങനെ കാണാൻ കഴിയും? പ്രമേയം എന്നല്ലേ പറയും. നിർഗുണമായിരിക്കുന്ന ഇതിനെ കാണാൻ പറ്റില്ലെന്നും പറയും. അപ്രമേയാത്മാ, അത് അപ്രമേയമാണ്, അദൃശ്യമാണ്, അവ്യവഹാര്യമാണ്, അവാങ്മനോഗോചരമാണെന്നെല്ലാം പറയുന്നു. പിന്നെ ഇതിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നു, സ്വഭാവമാണെന്നും പറയുന്നു. ഇതിനും വൈരുദ്ധ്യമുണ്ടല്ലോ. വൈരുദ്ധ്യമില്ല. കാരണം കണ്ണിനെ നേരിട്ട് കാണാൻ കഴിയുന്നില്ല, അതിനെ നേരിട്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ അതിൽ വൈരുദ്ധ്യമുണ്ട്. പക്ഷെ പ്രതിബിംബത്തെ കാണുന്നു എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യമില്ല. പ്രതിബിംബം എന്താ? കണ്ണാണോ? അല്ലല്ലോ. നമ്മൾ കണ്ണിനെ കാണാൻ എവിടെയാണ് നോക്കുന്നത്? കണ്ണിലേക്കാണോ? അല്ല, കണ്ണാടിയിലാണ് നോക്കുന്നത്. പ്രതിബിംബത്തെ കാണാം, അതിന് വൈരുദ്ധ്യമില്ല. എന്താണത്? ഛായ, അതിന്റെ ഛായയാണ്. അത് തന്നെന്ന് പറയാം. എന്നാൽ അതാണോ? അതല്ല. കണ്ണിൽ കുത്തിക്കഴിഞ്ഞാൽ വേദനിക്കും, പ്രതിബിംബത്തിൽ കുത്തിയാൽ വേദനിക്കത്തില്ല. പക്ഷെ അതിന് നോക്കിയിട്ട് എന്താ പറയും? ഇതെന്റെ കണ്ണാണോ എന്നല്ലേ പറയൂ. എന്നാലും അത് വേദനിക്കുന്നുണ്ടല്ലോ. ആ ഒരു വ്യത്യാസം പ്രതിബിംബത്തിന്റെ അതിവിടെയുണ്ട്. പരമാർത്ഥത്തിൽ ഇതിനെ കാണാൻ കഴിയില്ല, ഐകാത്മ്യം ഇല്ല. പക്ഷെ ഈ ഉപാധിയിലേക്ക് ഇത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ പ്രവേശിച്ചവൻ ദ്രഷ്ടാവ്, അവൻ ഈ ഉപാധികളുടെ സഹായത്തോടുകൂടി കാണുന്നു. ആ കാഴ്ചയും പരമാർത്ഥമല്ല, പക്ഷെ പരമാർത്ഥം അല്ലെങ്കിലും അത് തന്നെക്കുറിച്ച് തന്നെയുള്ള കാഴ്ചയാണ്. കണ്ണടി കാണുന്നത് വാസ്തവത്തിലുള്ള കണ്ണല്ലെങ്കിലും അത് കണ്ണു തന്നെയാണ്, തന്റെ തന്നെ കണ്ണാണ്, അതിനെ തന്നെയാണ് കാണുന്നത്. തന്റെ കണ്ണിൽ എന്തെങ്കിലും വൈരൂപ്യം ഉണ്ടെങ്കിൽ അതവിടെ കാണാൻ പറ്റും, അപ്പോൾ തന്റെ അല്ലെന്ന് പറയാൻ പറ്റും. പിന്നെ അതിനൊന്ന് വേർതിരിക്കും. എന്താണ് പ്രതിബിംബം, പ്രതിച്ഛായ, പറയും ജീവൻ, ചിദാഭാസൻ. ആ രൂപത്തിൽ നിന്നുകൊണ്ട് അതിനെ കാണുന്നു.
അത് കാണുന്നതിന് വേണ്ടി ഇതിനെയൊക്കെ സൃഷ്ടിച്ചേ മതിയാവും, ഇതിൽ പ്രവേശിച്ചേ മതിയാവും. നിർഗുണാവസ്ഥയിൽ അത് സംഭവിക്കത്തില്ല. അതിനുവേണ്ടി സൃഷ്ടിച്ച് പ്രവേശിച്ചു. അത് കാണാതിരിക്കുന്ന കേവലമായ അവസ്ഥയും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയും, അല്ലെങ്കിൽ ഈ അവസ്ഥയിലിരുന്നു കൊണ്ട് ഗുരു, ശാസ്ത്രം എല്ലാത്തിനെയും ആശ്രയിച്ച്, നേരത്തെ പറഞ്ഞല്ലോ മോഹോത്തത്വ, ഈ മോഹത്തിലിരുന്നു കൊണ്ട് ഇതിനെയൊക്കെ ആശ്രയിക്കുന്നു, മോഹം കൊണ്ട് ആശ്രയിക്കുന്നു. ഇതൊന്നും പരമാർത്ഥമാണ്. ആശ്രയിച്ച് അതിനെ കാണാൻ ശ്രമിക്കുന്ന ഈ കാഴ്ച പരമാർത്ഥമുണ്ട്. പക്ഷെ അതിങ്ങനെ സംഭവിക്കുന്നത് അത് ഇതിന്റെ സ്വഭാവമാണ്. ഇതെല്ലാം അതിന്റെ സ്വഭാവമാണ്. നിർഗുണമായിരിക്കുന്നത് ഇതിന്റെ സ്വഭാവമാണെങ്കിൽ സഗുണമായിരിക്കുന്നത് ഇതിന്റെ സ്വഭാവമാണ്. പരമാർത്ഥമായിരിക്കുന്നതിന്റെ സ്വഭാവമാണെങ്കിൽ പരമാർത്ഥമല്ലാതിരിക്കുന്നതിന്റെ സ്വഭാവമാണ്. നിർഗുണത്തെ അതിന് കാണാൻ കഴിയില്ല, അത് പരമാർത്ഥമാണ്. പക്ഷേ ബിംബത്തെ കാണാൻ കഴിയുന്നില്ലെങ്കിലും പ്രതിബിംബത്തെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഉപാധികളിലൂടെ, ഉപാധികളുടെ സഹായത്തോടുകൂടി, ബുദ്ധി തുടങ്ങിയ സഹായത്തോടുകൂടി, ശാസ്ത്രത്തിന്റെ, ആചാര്യന്റെ, ഉപദേശത്തിന്റെ എല്ലാം സഹായത്തോടുകൂടി, ഇതിനെല്ലാം ആശ്രയിച്ചുകൊണ്ട് ആ ഏകാത്മ്യത്തെ ബോധിക്കുന്നു. അതിങ്ങനെ സംഭവിച്ചാലേ സാധ്യമാകും. ഈ പ്രവേശം കൊണ്ടേ സാധ്യമാകും. കാരണം എന്തുകൊണ്ട്? ആ പ്രവേശത്തോടുകൂടി അതിന്റെ ആ പരമാർത്ഥ സ്ഥിതിയിൽ നിന്നും വ്യതിചലനം സംഭവിക്കുന്നു. ആ വ്യതിചലനത്തിൽ അന്തർഭവിച്ചിരിക്കുന്നതാണ് ഈ കാണലല്ല, സാക്ഷാത്കാരമല്ല. അവിടെ സാക്ഷാത്കരിക്കുന്നു. അതിന്റെ പ്രയോജനം അതും പറയുന്നു. അടുത്ത് ചർച്ച ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതാണ് പുരുഷാർത്ഥം എന്ന് പറയുന്നത്, അതിനറിയുന്നത്. അറിവ് ഇവിടെ ഈ ജാഗ്രതയിലേ ഉണ്ടാകത്തുള്ളൂ, ഈ അവസ്ഥയിലേക്ക് മാറിയില്ലേ ഉണ്ടാകത്തുള്ളൂ. സുഷുപ്തിയിൽ അത് സാധ്യമല്ല. അതിങ്ങനെ മാറുക, സുഷുപ്തിയിൽ അത് കേവലമായി പ്രകാശിക്കുക. ജാഗ്രതയിൽ വന്ന് ഉപാധികളെല്ലാം ആശ്രയിച്ച് ഇവിടെ ഉള്ള ദോഷങ്ങളെയൊക്കെ മാറ്റി തന്നെ തന്നെ പ്രകാശിപ്പിക്കുക. ഇത് രണ്ട് സംഭവിക്കുന്നു. ഇതിന്റെ സ്വഭാവമാണ്. ചിലർക്ക് ഇതിനെ കാണാൻ കഴിയുന്നില്ല, സാക്ഷാത്കരിക്കാൻ കഴിയുന്നില്ല. ചിലർ ഇതിനെക്കുറിച്ച് അറിയുന്നില്ല. അന്ധനാണെങ്കിൽ അവന്റെ മുമ്പിൽ കണ്ണാടി എടുത്ത് പിടിച്ചിട്ടും വിശേഷമില്ല. മുമ്പിൽ കണ്ണാടിയുണ്ട്, പക്ഷെ കണ്ണാടി അവന് നിഷ്പ്രയോജനമാണ്. അതുപോലെ ശാസ്ത്രം, ഗുരു, ഇതെല്ലാം അന്ധനെ സംബന്ധിച്ച് നിഷ്പ്രയോജനമാണ്, ഒന്നും സഹായിക്കത്തില്ല. അത് കണ്ണുള്ളവനെ സംബന്ധിച്ച് അത് പ്രയോജനപ്പെടുത്തുന്നു. അതാണ് ഒരുപാട് ഗുരുക്കന്മാരുണ്ടായിട്ട് ഇന്നും അന്ധന്മാരിങ്ങനെ തുടരുന്നു. അത് നിഷ്പ്രയോജനമാണ്. കണ്ണുള്ളവനെ സംബന്ധിച്ച് അതെല്ലാം പ്രയോജനപ്പെടും. എന്നാലും പഴയ ചോദ്യം ബാക്കി നിൽക്കും. എന്നാലും ആ നിർഗുണത്തെ എങ്ങനെ സാക്ഷാത്കരിക്കാൻ കഴിയും? ഈ ഉപാധികളിലൂടെ, ഉപാധിയൊന്നും പരമാർത്ഥമല്ലല്ലോ, പരമാർത്ഥമല്ലാത്ത ഈ ഉപാധികളിലൂടെ എങ്ങനെ ആ പരമാർത്ഥത്തെ അറിയാൻ പറ്റും? പറയുന്നത് ദൃശ്യതേ അഗ്രിയ ബുദ്ധ്യ, ആ സൂക്ഷ്മ ബുദ്ധി കൊണ്ട് അതിനെ അറിയുന്നു. ബുദ്ധിക്ക് വിഷയമല്ല എന്ന് പറഞ്ഞെടുത്ത് സൂക്ഷ്മ ബുദ്ധി കൊണ്ട് എങ്ങനെ അറിയാൻ പറ്റും? അതും ബുദ്ധിയാണ്. ഇവിടെ പറയുന്നു അതും കഴിഞ്ഞ ദിവസം വന്നെന്താണ്? മായയാ. അത് മായയിലൂടെ അത് സാധ്യമാണ്. നിരുപാധികമായ തത്വത്തെ അല്ല സാക്ഷാത്കരിക്കുക. നിരുപാധികമായ തത്വത്തെ സാക്ഷാത്കരിക്കുന്നവനില്ല, സാക്ഷാത്കാരവുമില്ല. അല്ലേ? കണ്ണിന് ഒരിക്കലും കാണുന്നില്ല, പക്ഷെ കണ്ണിന് കാണുന്നത് പ്രതിബിംബ രൂപത്തിൽ. അതുപോലെ ഈ ഇവിടെ പറഞ്ഞുള്ള അനുപ്രവേശം, പ്രതിബിംബം,
ഈ പ്രതിബിംബത്തിൽ ഈ ഉപാധികളോടുകൂടിയിരിക്കുന്നു. ഉപാധികളെല്ലാം നീക്കി പിന്നെ കാണുന്നവനില്ല. അപ്പോൾ ഉപാധികളിലൂടെ തന്നെയാണ് മായ. അതുകൊണ്ടാണ് വിദ്യയും മായയാണെന്ന് പറയുന്നത്. അതില്ലാതെ വേണ്ടതാണ്. ആ വിദ്യയിലൂടെ കാണുന്നതും മായാമയമായതിനെ തന്നെ, നിർഗുണമായതിനല്ല. അത് കാഴ്ചയ്ക്ക് വിഷയമല്ല, അത് അപ്രമേയം തന്നെയാണ്. അപ്രമേയത്തിൽ രൂപകൽപ്പന എന്ന് പറയുന്നു. അപ്പോൾ ആ കൽപ്പനകളിലൂടെ എങ്ങനെ ആ അപ്രമേയത്തിലുള്ള കൽപ്പനകൾ സച്ചിദാനന്ദ കൽപ്പനകൾ, സത്താണ്, ചിത്താണ്, ആനന്ദമാണ്, ഇത്തരത്തിലുള്ള കൽപ്പനകൾ. ഈ കൽപ്പനകളിലൂടെ അത് സ്വാഭാവികമാകുന്നു. ആ സ്വാഭാവികമാകുന്നതിന് ഈ ഉപാധികളിലൂടെ അറിയുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ അനുപ്രവേശം. അപ്പോൾ സാക്ഷാത്കാരം ലോകത്തിൽ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. എന്തിൻ്റെങ്കിലും സാക്ഷാത്കാരം വേണമെങ്കിൽ അവിടെ ദ്വൈതത്തിലേ സാധ്യമാകും. അദ്വൈതത്തിൽ സാക്ഷാത്കാരമുണ്ടോ? ആരാരെ സാക്ഷാത്കരിക്കും? അപ്പോൾ സാക്ഷാത്കാരത്തെക്കുറിച്ച് എവിടെയെങ്കിലും ശാസ്ത്രത്തിൽ പറയുന്നെങ്കിൽ അത് ലോകദൃഷ്ടിക്കനുസരിച്ചാണ്. ആത്മാവിനെ സംബന്ധിച്ചായാലും അങ്ങനെയാണ്. നിരുപാധികവും നിർഗുണവുമായ ആത്മാവിന്റെ സാക്ഷാത്കാരത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അടുത്ത് പറയുന്നത് അനൂദ്യ ലോകതോ ദൃഷ്ടിയെ, ലോകദൃഷ്ടിയെ അനുസരിച്ചിട്ട്. ലോകദൃഷ്ടി എന്ന് വെച്ചാൽ എന്താണ്? ഈ ലോകത്തിൽ ഉള്ള അനുഭവങ്ങളെ അതിനെ പിന്തുടർന്ന്, അങ്ങനെയാണല്ലോ ഈ സാക്ഷാത്കാരം എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രത്യക്ഷം എന്ന് പറയുന്ന ഒരു സങ്കല്പം മനസ്സിൽ വന്നു. പുസ്തകം പ്രത്യക്ഷമാണ്, മേശ പ്രത്യക്ഷമാണ്. അപ്പോൾ പ്രത്യക്ഷത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ സങ്കല്പം വരുന്നു. അവൻ പറയുന്നു അങ്ങനെയാണെങ്കിൽ ആ പരമാത്മാവിനെ പ്രത്യക്ഷമാക്കണം. ലോകദൃഷ്ടിക്ക് അനുസരിച്ചാണ് ആ ചിന്ത പോകുന്നത്. അല്ലെങ്കിൽ വാസ്തവ സ്വരൂപത്തെ പ്രത്യക്ഷമാക്കണം, അല്ലെങ്കിൽ നിർഗുണ ബ്രഹ്മത്തെ പ്രത്യക്ഷമാക്കണം, അല്ലെങ്കിൽ സഗുണ ബ്രഹ്മത്തെ, അല്ലെങ്കിൽ ശിവനെ വിഷ്ണുവിനെയൊക്കെ പ്രത്യക്ഷമാക്കണം. ഇതെല്ലാം ലോകവ്യവഹാരത്തിനനുസരിച്ചിട്ടാണ്, ലോകദൃഷ്ടിക്കനുസരിച്ചിട്ടാണ് ഈ പ്രത്യക്ഷ സങ്കല്പങ്ങൾ, സാക്ഷാത്കാര സങ്കല്പങ്ങൾ. അതിനനുസരിച്ച് തന്നെ ഇവിടെയും ഈ പരമാർത്ഥ തത്വത്തിന്റെയും യാഥാത്മ്യം പ്രബോധ്യത. ആ ഇവിടെ പറയുന്ന പരമാത്മാ തത്വത്തിന്റെ യാഥാത്മ്യത്തെ ഗ്രഹിക്കുന്നു. അതുപോലെ എന്ന് വെച്ചാൽ ഇവിടെ ബുദ്ധിക്ക് നിരക്കാത്തതോ യുക്തിക്ക് നിരക്കാത്തതോ ആയ കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. ഇവിടെ ഈ പ്രദക്ഷിണം ഉള്ള അനുഭവത്തിൽ നിരന്തരം സാക്ഷാത്കാരത്തിന്റെ ലോകത്തായിരിക്കുന്നു. ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളുടെ സാക്ഷാത്കാരമാണെന്നേ ഉള്ളൂ. ഈ സാക്ഷാത്കാരം എങ്ങനെയാണോ നടക്കുന്നത്? മോഹോത്തത്വ പറയുന്നു, മോഹം കൊണ്ട് സംഭവിക്കുന്നത്. ജ്ഞാനപ്രവേശം തന്നെ മോഹം, ഈ പ്രതിബിംബഭാവം തന്നെ മോഹം എന്ന് പറയുന്നു. അതുപോലെ ഈ പരബ്രഹ്മത്തിന്റെയും ഈ സാക്ഷാത്കാരം സംഭവിക്കുന്നു സ്വാഭാവികമായി, നിരുപാധികമായിട്ടല്ല. ഇപ്പോ അതുകൊണ്ടാണ് പറയുന്നത് സർവ്വസാക്ഷാത്കാരത്തിലും അതിനെയാണ് സാക്ഷാത്കരിക്കുന്നത്, സർവ്വാനുഭവങ്ങളിലും അതിനെയാണ് അനുഭവിക്കുന്നത്. എന്നാൽ അതാണെന്നറിയുന്നില്ല. ശബ്ദസ്പർശരൂപരസാനുഭവങ്ങളിലെല്ലാം അതിനെ തന്നെ അനുഭവിക്കുന്നു, എന്നാൽ അതാണെന്നറിയുന്നു. അപ്പോൾ അതിനിവിടെ അതാണെന്ന് അറിയിച്ചു തരുന്നു. അതിന് ഉപാധികളെല്ലാം ഉണ്ടായാലേ പറ്റൂ, ബുദ്ധിയാദി ഉപാധികളെ ആശ്രയിച്ചേ പറ്റൂ. ആ ഉപാധിയോടുകൂടി ഇരിക്കുന്നതിനെ അറിയുന്നു. സച്ചിദാനന്ദം ഭാവനയോടുകൂടി അതിനറിയുന്നു പറഞ്ഞാൽ അവിടെ അതായ ഉപാധി, എല്ലാം അറിയാൻ കഴിയില്ല. ഇങ്ങനെ സ്വാഭാവികമായിരിക്കുന്ന ആ തത്വത്തെ ഈ ഉപാധികളിലൂടെ അതിനെ അറിയുന്നു. അറിയുന്നതിന് വേണ്ടി ഈ സൃഷ്ടി, ഈ വ്യാകൃത അവ്യാകൃത അവസ്ഥകളെല്ലാം അതിനുവേണ്ടി സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് എന്തിന് ഈ ബന്ധനത്തിലേക്ക് വന്നു?
ബന്ധനത്തിൽ വന്നിട്ട് പിന്നെ എന്തിനു മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുന്നു? അത് പക്ഷേ ഈ ബന്ധനത്തിൽ വരാതിരുന്നാൽ മതിയല്ലോ. തന്റെ സ്വരൂപം അതാണെന്നും പറയും. പക്ഷെ ഇതെല്ലാം അതിന്റെ സ്വഭാവമാണ്. ബന്ധനത്തിൽ വരാതിരിക്കുന്ന അതിന്റെ സ്വഭാവം, ബന്ധനത്തിലേക്ക് വരുന്നതും അതിന്റെ സ്വഭാവം തന്നെ. ആ സ്വഭാവത്തിൽ വന്നിട്ട് അത് പരിശ്രമിക്കുന്നു, പരിശ്രമിച്ചുകൊണ്ട് അതിനെ അറിയുന്നു. അറിവും അറിവില്ലായ്മയും ഒരേ തലത്തിൽ തന്നെ. ആ പരമാർത്ഥ തത്വമോ ഇതിന് രണ്ടിനും ഉപരി, അറിവിനും അറിവില്ലായ്മയ്ക്കും ഉപരി. പക്ഷെ ഈ അറിവില്ലായ്മ ഇവിടെ സംഭവിച്ചതിനെ നീക്കണമെങ്കിൽ ഈ അറിവുണ്ടായതിനെ പറ്റും. ആ അറിവ് ഇതിൽ നിന്നും അവനെ മോചിപ്പിക്കുന്നു. ഈ ജാഗ്രതത്തിലെ ബന്ധനത്തിൽ നിന്നും അവനെ മോചിപ്പിക്കുന്നു. അതവൻ ആഗ്രഹിക്കുന്നു. ബന്ധനത്തിൽ നിന്നുള്ള മോചനത്തെ അവൻ സഹജമായും ആഗ്രഹിക്കുന്നു. ആഗ്രഹവും അവന്റെ സ്വഭാവം തന്നെ. എന്തുകൊണ്ട്? അവൻ നിത്യമുക്തനാണ്, അവന്റെ സ്വരൂപം മുക്തിയാണ്. അതുകൊണ്ട് മുക്തി ആഗ്രഹിക്കുന്നു. ആഗ്രഹിക്കുന്നതിന് വേണ്ടി അവസ്ഥയിലേക്ക് വന്നു. എന്നിട്ട് അതിനുവേണ്ടി ഉള്ള പ്രവർത്തനത്തിന് ഈ അവസ്ഥയിൽ വന്നു. ആഗ്രഹിക്കുന്നു, പ്രവർത്തിക്കുന്നു, അറിയുന്നു, എല്ലാം ഈ അവസ്ഥയിൽ സംഭവിക്കുന്നു. അതിന്റെ സ്വഭാവമാണ് എന്നാണ്. അസ്യ സ്വഭാവതഃ. ഈ ബന്ധം ഇതിന്റെ സ്വഭാവമാണ്. ഈ മോക്ഷം ഇതിന്റെ സ്വഭാവമായി വരികയാണ്. ഈ ബന്ധമോക്ഷങ്ങൾക്കുപരിയായിരിക്കുന്നു. ആ വാസ്തവ സ്വരൂപം അതതിന്റെ സ്വഭാവമാണ്. അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അനുഭൂതി ലോകത്തെ ദൃഷ്ടിയെ തദ്യാഥാത്മ്യം പ്രബോധ്യത്തെ. തത് പ്രതിപത്യർത്ഥം പ്രവേശകൽപ്പന. ഈ പ്രവേശകൽപ്പന എന്ന് പറയുന്നു. പ്രവേശം പരമാർത്ഥമല്ലെന്ന് പറഞ്ഞല്ലോ. ഈ കൽപ്പന അതിന്റെ പ്രതിപത്തിക്ക് വേണ്ടിയിട്ടാണ്. അടുത്ത് പറയും, ശ്രുതി ഇതിനെ ഇങ്ങനെ വർണ്ണിക്കുന്നു. എന്തിനു വേണ്ടി? അതിന്റെ ആ പ്രതിപത്തിക്ക് വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ സംഭവിച്ചു, ബന്ധത്തിലേക്ക് വന്നു. അതെന്തിനു വേണ്ടി? അതും അതിന്റെ പ്രതിപത്തിക്ക് വേണ്ടിയിട്ടാണ്. അതാണ് തുടർന്ന് വിശദീകരിക്കുന്നത്. പ്രാഗുത്പത്തേഹേ അനുപലബ്ധാത്മാ. പ്രാഗുത്പത്തേഹേ അനുപലബ്ധാത്മാ. ഉത്പത്തിക്ക് മുമ്പ്, അല്ലെങ്കിൽ ജാഗ്രത സ്വപ്നങ്ങൾക്ക് മുമ്പ് ആരാത്മാവിനെ അറിഞ്ഞത്? ഈ പറയുന്ന ബന്ധമോ മോക്ഷമോ ആത്മാവോ അനാത്മാവോ എന്തെങ്കിലും അവിടെ ഉണ്ടോ? അത് ഉപലബ്ധമല്ല. അതെന്താ? അതാണ് അതിന്റെ സ്വഭാവം. അങ്ങനെ ഉപലബ്ധമല്ലാതിരിക്കുക. അത് സ്വഭാവം എന്ന് പറഞ്ഞാൽ പോരാ, അതതിന്റെ വാസ്തവമായ സ്വഭാവം. പിന്നെ ഇതോ ഇതിന്റെ അവാസ്തവമായ സ്വഭാവം. അതുകൊണ്ടാണ് ഇതിനെ മായാമയമായ സ്വഭാവം എന്ന് പറയുന്നത്. ആണ് പ്രാഗുത്പത്തെ അനുപലബ്ധാത്മ പശ്ചാത് കാര്യ സൃഷ്ടി വ്യാകൃതേ ബുദ്ധിരന്തരുപലഭ്യമാണ്. അത് സ്പഷ്ടമാണ്. അവിടെ സൃഷ്ടിയിൽ ഉപലബ്ധമായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഉപലബ്ധമാണ്. കാര്യ സൃഷ്ടി വ്യാകൃതേ, വ്യാകൃതമായ ബുദ്ധി, ശരീരം, മനസ്സ്, പ്രാണൻ, ഇതെല്ലാം പ്രകടമായപ്പോൾ ഉപലഭ്യമാണ്. ഇപ്പോൾ ഇവിടെ ഉപലഭ്യമാകുന്നുണ്ട്. ഇപ്പോൾ സ്വസ്വരൂപത്തെ ഇവിടെ അറിയുന്നു. അതിവിടെ വെച്ച് അറിയാൻ പറ്റും. ഇവിടെ വെച്ച് തന്നെയാണ് അതിനെ അറിയേണ്ടത്. അങ്ങനെ അറിയുന്നതിന് വേണ്ടി ഇത് വേഷം മാറുകയാണ്. വേറൊരു വേഷം മാറി വേറൊരു പാട്ടെടുത്ത് അഭിനയിക്കുന്നത് പോലെ ഇവിടെ ഇച്ഛ, കൃതി, പ്രയത്നം, അറിവ് എല്ലാം ഇവിടെ ഉണ്ടാവുന്നു. അതുകൊണ്ട് ഇവിടെ അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. എന്തിനാ ഇത്? ഇതാവശ്യമുള്ളതുകൊണ്ടാണ്. ഇതാവശ്യമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വന്ന് ഇതിനെ സാക്ഷാത്കരിക്കണം. അതുകൊണ്ടിപ്പോൾ എന്ത് ചെയ്യുന്നത്? ബുദ്ധിരന്തരുപലഭ്യം. ബുദ്ധി അന്തരത്തിൽ, ബുദ്ധി എന്ന ഉപാധിയിലൂടെ ഇത് അനുഭവപ്പെടുന്നു. ജലത്തിലെ പ്രതിബിംബം പോലെ, അല്ലെങ്കിൽ കണ്ണാടി കാണുന്ന കണ്ണിനെ പോലെ
ഇപ്പം അനുഭവപ്പെടുന്നില്ല. ഇപ്പം അനുഭവപ്പെടുന്നതുകൊണ്ടാണ് അത് അന്വേഷിക്കുന്നത്. അപ്പോൾ അറിയാം സ്വസ്വരൂപത്തെക്കുറിച്ച് ഇപ്പം തന്നെ അറിയുന്നു. പക്ഷെ അത് പോരാ. തിമിരം ബാധിച്ചവൻ കാണുന്നത് പോലെ വ്യക്തതയില്ല. എനിക്ക് വ്യക്തമായി കാണണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്? അത് ഇതിന്റെ സ്വഭാവമാണ്, അങ്ങനെ ആഗ്രഹിക്കുക എന്നുള്ളത്. അവിടെ നിന്ന് വ്യതിചലിച്ച്, ആ സുഷുപ്തിയിൽ നിന്ന് വ്യതിചലിച്ച് ഇവിടേക്ക് വരുന്നത് അതിന്റെ സ്വഭാവമാണെങ്കിൽ, ഇവിടെ ഇരുന്നുകൊണ്ട് ആ സുഷുപ്തനെ കുറിച്ച് ചിന്തിക്കുക, ആ സുഷുപ്തൻ ഏത് രീതിയിലായിരിക്കും എന്ന് ചിന്തിക്കുക, അതിനെ സാക്ഷാത്കരിക്കുക. അവിടെയാണ് സാക്ഷാത്കാരം സാധ്യമാകുന്നത്. സാക്ഷാത്കാരം സാധ്യമാകുമെന്ന് എന്തുകൊണ്ട് പറയുന്നു? ഇത് അപ്രമേയമാണെങ്കിൽ. കാരണം ഇപ്പോൾ സാക്ഷാത്കാരം ഉള്ളതുകൊണ്ട് തന്നെ. എന്താ ഇപ്പോൾ സാക്ഷാത്കാരമില്ല? സാക്ഷാത്കാരം അപരിചിതമായ ഒന്നല്ല, സദാ ഉള്ള അനുഭവം തന്നെയാണ് സാക്ഷാത്കാരം. പക്ഷെ ആ സാക്ഷാത്കരിക്കുന്നത് നാനാത്വത്തെയായി പോകുന്നു എന്നേ ഉള്ളൂ. ശബ്ദസ്പർശരൂപ രസാദികളെ സാക്ഷാത്കരിക്കുന്നു. അവിടെ സാക്ഷാത്കാരത്തെ നിഷേധിക്കാൻ വയ്യ. അങ്ങനെയാണെങ്കിൽ ഈ സാക്ഷാത്കാരം സ്വസ്വരൂപത്തിൽ സംഭവിക്കാം. അങ്ങനെ സാക്ഷാത്കരിക്കുമ്പോൾ വരുന്ന പോരായ്മകൾ എന്താണ്? ആ സ്വസ്വരൂപം അത് സ്വാഭാവികമായിരിക്കും, ഒരു ഉപാധിയോടുകൂടിയായിരിക്കും. ഉപാധിയോടുകൂടിയേ സാക്ഷാത്കരിക്കാൻ പറ്റും. അല്ലാതെ അതിന് സാക്ഷാത്കരിക്കാൻ പറ്റും. കണ്ണ് സ്വയം എല്ലാത്തിനെയും കാണാൻ പ്രാപ്തമാണ്. പക്ഷെ അതിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ കണ്ണാടി വയ്ക്കേണ്ടി വരും. അതാണ് അതിന്റെ ഉപാധി. കാണുന്നതിനത് മറ്റൊരു ഉപാധി സ്വീകരിച്ചിട്ട് മുമ്പ് കണ്ടതിനെ തന്നെ വീണ്ടും കാണണം. കാഴ്ച പഴയത് തന്നെയാണ്, പക്ഷെ ഇപ്പോൾ കണ്ണാടി എന്ന് പറയുന്ന സാധനത്തിന്റെ ആവശ്യം. അതുപോലെ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്ന ജീവൻ സദാ. പക്ഷെ അവിടെ ഒരു ഉപാധി വേണം. അതിന് ആ ഉപാധികളാണ് ശാസ്ത്രം, ഗുരു, ഉപദേശം, ബുദ്ധി, അന്ധകരണത്തിൽ. ഉപാധിയിലൂടെ അതിനെ കാണുന്നു. ആ സ്വാഭാവികമായിരിക്കുന്ന അതിനെ കാണുന്നതിന് ആ ബുദ്ധി എന്ന ഉപാധിയായി മാറുന്നു. ബുദ്ധി എന്ന് പറയുന്ന ഉപാധിയിലൂടെ അതിനെ കാണുന്നു. വെളിച്ചം കൊണ്ട് വസ്തുവിനെ കാണുന്നില്ല. അതാണ് നല്ല ഉദാഹരണം. വെളിച്ചം കൊണ്ട് വസ്തുവിനെ കാണണമെങ്കിൽ എന്ത് വേണം? വാസ്തവത്തിൽ ആ വസ്തുവിനാണോ നമ്മൾ കാണുന്നത്? നമ്മൾ പറയുന്ന മുമ്പിലിരിക്കുന്ന വസ്തുവിനെയാണ് കാണുന്നത്. വസ്തുവിനായിട്ടൊരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. സങ്കല്പിച്ചു നോക്കുക, ഒരു വസ്തുവിനെ മാത്രം കാണുന്നു, ഏതെങ്കിലും ഒരു വസ്തുവിനെ. അത് അസംഭവമാണ്. വസ്തുവിനെ കാണുന്നെങ്കിൽ വെളിച്ചത്തോടു കൂടിയേ കാണാൻ പറ്റും. വെളിച്ചമാണോ വസ്തുവല്ല? വെളിച്ചമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പുസ്തകമാണോ? വെളിച്ചമാണ്. പക്ഷെ വെളിച്ചമെന്ന് പറയുന്നത് എന്താണ്? ഉപാധിയാണ്. അതെവിടെ? വസ്തുവിനുണ്ട്, കണ്ണിലുണ്ട്, വസ്തുവിൽ നിന്നും കണ്ണുവരെയുള്ള മാർഗത്തിലുണ്ട്, സർവത്രയുണ്ട്. പക്ഷെ വെളിച്ചമെന്ന് വരുന്ന ഉപാധി ആ വസ്തുവിനോട് ചേർന്ന് ആ വസ്തു സ്വാഭാവികമാകുമ്പോഴേ, അതാണ് സ്വാഭാവികം എന്ന് പറയുന്നത്, ആ വസ്തുവിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കാണുന്ന വസ്തുവിന്റെ ശരിയായ രൂപമാണോ? അല്ല, വെളിച്ചത്തിന്റെ സ്വാധീനമുണ്ട്. കാരണം ആ വെളിച്ചത്തിന്റെ വർണ്ണത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ വസ്തു കാണുന്നതും മറ്റു രീതിയിലാവും. വെളിച്ചം വെളുത്തതാണെങ്കിൽ വസ്തു വെളുത്തതായി കാണുമ്പോൾ, വെളിച്ചം പച്ച നിറമാണെങ്കിൽ അത് പച്ച. അങ്ങനെയാണോ ഈ വർണ്ണങ്ങളെല്ലാം അനുഭവപ്പെടുന്നത്? വർണ്ണങ്ങളിലൂടെ വസ്തുവിനെ അനുഭവപ്പെടാൻ പറ്റും. അത് വെളിച്ചത്തിന്റെ വിശേഷതകളാണ് വർണ്ണം. അപ്പോൾ ഇത് ഈ ഉപാധി വിട്ടിട്ട്, വെളിച്ചം എന്ന് പറയുന്ന ഒരു ഉപാധി വിട്ട് ആരെങ്കിലും ഒരു വസ്തുവിനെ സാക്ഷാത്കരിക്കാൻ പറ്റും? സാധ്യമല്ല. അതുപോലെ ഇവിടെ ഈ നിർഗുണ വസ്തുവിനെയും ശുദ്ധം, അത് നമ്മൾ പറയും സാത്വികമായ ഉപാധി, ശുദ്ധമായ ഉപാധി, നിർമ്മലമായ ഉപാധി. അവിടെ ഉപാധിയായിത്തീരുന്നത് അന്ധകരണം തന്നെ. എങ്ങനെയുള്ള അന്ധകരണം? ചിന്മയമായ അന്ധകരണം, ജ്ഞാനമയമായിരിക്കുന്ന അന്ധകരണം തന്നെ ഇതിനൊരു ഉപാധിയായി
വെളിച്ച സഹായത്തോടുകൂടി വസ്തുവിനെ കാണുന്നത് പോലെ ഇതിനെ അതാണ് സാക്ഷാത്കാരം. അത് സംഭവിക്കും. പിന്നെ സാക്ഷാത്കരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്താ? നിർഗുണത്തെ ഉപാധി ഇല്ലാതെ തന്നെ സാക്ഷാത്കരിക്കാൻ കഴിയില്ല. ആണ് ദൃശ്യതത്വം അഗ്രിയ. ആ സൂക്ഷ്മമായ ആ ബുദ്ധി, അതിനാണ് ഇവിടെ ഉപാധി. അത് എന്തുകൊണ്ടത് ഉറപ്പിച്ച് പറയുന്നു? കാരണം ഇപ്പോൾ അസാക്ഷാത്കാരം ഉള്ളതുകൊണ്ട് തന്നെ. വസ്തുക്കൾ മാറുന്നുണ്ടായിരിക്കും, പക്ഷെ സാക്ഷാത്കാരം മാറുന്നേയില്ല. സർവത്ര സാക്ഷാത്കാരം അനുസ്യൂതമാണ്. രൂപരസഗന്ധ സ്പർശ എല്ലാത്തിനും കാണുമ്പോഴും ആ സാക്ഷാത്കാരമുണ്ട്, കാണലുണ്ടല്ലോ അവിടെ. അതുകൊണ്ട് സ്വാഭാവികമായ വസ്തുവിന്റെ ആ സാക്ഷാത്കാരം ഈ ഒരവസ്ഥയിലൂടെ സാധ്യമാകൂ. അങ്ങനെയായാൽ ഈ അവസ്ഥയിലുള്ള ദോഷങ്ങളെ പരിഹരിക്കാം. അജ്ഞാനം തുടങ്ങിയ ദോഷങ്ങൾ അതൊക്കെ എവിടെയുള്ളത്? ഇവിടെയാണ്. അജ്ഞാനത്തെ അറിയുന്നിടത്തേ ഉള്ളൂ അജ്ഞാനം, അജ്ഞാനത്തെ അനുഭവിക്കുന്നിടത്തേ ഉള്ളൂ അജ്ഞാനം. അതൊക്കെ ഇവിടെയാണ്. ഈ ദോഷങ്ങളെല്ലാം പരിഹരിക്കാം. അതുകൊണ്ടാണ് സാക്ഷാത്കാരത്തെക്കുറിച്ച് പറയുന്നതാണ് അത് അജ്ഞാന സംശയ വിപരീയ ശൂന്യമായ ജ്ഞാനമാണ് എന്ന് പറയുന്നതാണ്. വസ്തുവിന്റെ സാക്ഷാത്കാരത്തിന് കണ്ണിന് തിമിരം പാടില്ല. പ്രകൃഷ്ടപ്രകാശം, നല്ല വെളിച്ചം വേണം. ഇതൊക്കെ ആവശ്യമാണ്. നല്ല വെളിച്ചം, കണ്ണിന് ദോഷമില്ലാതിരിക്കുക മാത്രമല്ല, കണ്ണും വസ്തുവുമായിട്ടുള്ള ബന്ധം, മനസ്സ്, ബുദ്ധി എല്ലാം അവിടെ ഒത്തുവന്നു കഴിഞ്ഞാൽ ആ വസ്തുവിന്റെ ശരിയായ സാക്ഷാത്കാരമുണ്ടാകും. തിമിരമുള്ളവനും കാണും, പക്ഷെ അത് ശരിയായ സാക്ഷാത്കാരമാണ്. തിമിരമുള്ളവൻ കണ്ടാൽ എന്തുവരും? അവിടെ സംശയം വരും, അജ്ഞാനം വരും, വിപരീയം വരും. ഇതാണോ തൂണാണോ കള്ളനാണോ സംശയിക്കും. അതില്ലാത്തവനാണെങ്കിലോ പറയും കരതല ആമലക, ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെ വളരെ സ്പഷ്ടമായി കാണുന്നു. സാക്ഷാത്കാരം കെട്ടുകഥയല്ല, കടങ്കഥയല്ല, അത് പരമാർത്ഥമാണ്. കരുതല ആമലക, ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെ. എന്താണ് ആ ഉള്ളം കൈയിലെ നെല്ലിക്ക എന്ന് പറയുന്നത്? അത് വളരെ ദൂരെ ഇരിക്കുകയാണെങ്കിൽ അത് നെല്ലിക്കയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫലമാണോ? സംശയം വരാം. അതെ, അത് കല്ലിന്റെ കഷണമാണോ? ദൂരെയാണ്. വളരെ അടുത്ത് വന്ന് അത് അപരോക്ഷമാകുമ്പോൾ അതാണ് അപരോക്ഷം എന്ന് പറയുന്നത്. ഉള്ളം കയ്യിൽ വരുമ്പോൾ പിന്നെ ഇവിടെ സംശയമേ ഇല്ല. ഇത് അങ്ങനെ സംശയരഹിതമായി ഇതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ, അതാണ്. മറ്റെന്തെങ്കിലും സംശയങ്ങളാണ്. സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ, വിപര്യങ്ങൾ, ശരീരാത്മബുദ്ധി ഇതെല്ലാം മാറും. അത് സ്വസ്വരൂപത്തെ സാക്ഷാത്കരിക്കുന്നു. അവിടെയാണ് സച്ചിദാനന്ദത്തിന്റെയും മറ്റും ആവശ്യം. അത് ഉപാധിയിലൂടെ സാക്ഷാത്കരിക്കാം. ആ സാക്ഷാത്കാരത്തിൽ സംശയാദി ദോഷങ്ങൾ കാണില്ല. അത് കരതലാമലകൾ പോലെ സ്പഷ്ടമായിരിക്കും എന്ന് സാക്ഷാത്കാരത്തെക്കുറിച്ച് പറയുന്നു. അത്തരമൊരു സാക്ഷാത്കാരം ഈ ഉപാധികളെ ആശ്രയിച്ചുണ്ടാവും. അതാണ് നേരത്തെ പറഞ്ഞത് യാഥാത്മ്യ പ്രതിപത്തി. ആ അപരോക്ഷ സാക്ഷാത്കാരത്തിന് വേണ്ടി ഇതൊക്കെ സംഭവിക്കണം. അതിവിടെ സംഭവിക്കത്തുള്ളൂ. ഉപാധികളില്ലാതെ എങ്ങനെ സാക്ഷാത്കരിക്കാൻ പറ്റില്ല? അതുകൊണ്ടല്ലേ അഹരഹ സമ്പദ്യ നവിദു സതി സമ്പദ്യാമഹേ ഛാന്ദോഗ്യത്തിൽ പറഞ്ഞു. പ്രദക്ഷിണം ആ സത്തിനോട് ഏകീഭവിച്ചിട്ടും അറിയുന്നില്ല ഞാൻ അവിടെയായിരുന്നു, ഞാനതായിരുന്നു. ഉറങ്ങിയിട്ടും യാതൊരു പ്രയോജനവുമില്ല. അനാദിയായി ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്ന എന്താ പ്രയോജനം? അതൊരു പരിഹാരമല്ല. അപ്പോ അതിന് എന്ത് വേണം? അതിന്റെ ഈ വിഭൂതികളൊക്കെ അതിന് അനുഭവിക്കണ്ടേ? സത്യചിത്ത ആനന്ദത്തേക്ക് അനുഭവിക്കണ്ടേ? അതിനനുഭവിക്കണമെങ്കിൽ ഇത് സംഭവിക്കണം. അനുപ്രവേശം. എന്തുകൊണ്ട് അനുപ്രവേശം? എന്തിനു വേണ്ടി? അതിന് സമാനം പറയുക. അത് ഇതെല്ലാമായി മാറുന്ന അതിനു വേണ്ടിയിട്ടാണ്.
അതുകൊണ്ടാണ് പറയുന്നത് വാസുദേവ സർവം. ഇതെല്ലാം അതായിട്ട് തന്നെ അതറിയുന്നു, മറ്റൊന്നുമില്ലല്ലോ അറിയാൻ എന്നറിയുന്നു. ഇതിനെന്തെങ്കിലും തടസ്സമായി വന്നാൽ അതിനെ പറയും മായ, അജ്ഞാനം, കൽപ്പന, മിഥ്യ എന്ന് പറയും. അതിന് വരുന്ന തടസ്സങ്ങളെയാണ് അങ്ങനെ ആ പേരിട്ട് വിളിക്കുന്നു. അല്ലെങ്കിൽ ഇതെല്ലാം അത് തന്നെയാണ്. അത് കരുതലാമലകം പോലെ, ഉള്ളം കയ്യിൽ നെല്ലിക്ക പോലെ അത് സ്പഷ്ടം. അതിവിടെ ആകത്തുള്ളൂ, ഉറങ്ങിയാൽ പറ്റില്ല. നിർഗുണാവസ്ഥയിൽ അത് സാധ്യമല്ല. അതിനു വേണ്ടിയിട്ട് പറയുന്നു ബുദ്ധി രന്തരപലഭ്യമാണ്. അതിപ്പോൾ തന്നെ ബുദ്ധിയാകുന്ന ഉപാധിയിലൂടെ അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യാദി പ്രതിബിംബവത്, സൂര്യാദി പ്രതിബിംബത്തെ പോലെ, കണ്ണിന്റെ പ്രതിബിംബത്തെ പോലെ, അത് കാണുന്നത് പോലെ. ജലാദിയിൽ എങ്ങനെയാണോ പ്രതിബിംബം കാണുന്നത് കണ്ണാടിയിലും മറ്റും, അതുപോലെ. അല്ലെങ്കിൽ എങ്ങനെയാണോ തന്റെ കണ്ണിന്റെ പ്രതിബിംബത്തെ കാണുന്നത് കണ്ണാടിയിൽ, അതുപോലെ. കാര്യം സൃഷ്ടുവ പ്രവിഷ്ടൈവ ലക്ഷ്യമാണ്. അതാണ് ഇതിനെല്ലാം സൃഷ്ടിച്ചിട്ട് ആ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വന്നു ഈ സൃഷ്ടിയിലേക്ക് പ്രവിഷ്ടൈവ പ്രവേശിച്ചതുപോലെ. വാസ്തവത്തിൽ ആ സ്വസ്വരൂപത്തിനൊരു മാറ്റവും സംഭവിച്ചില്ല. സുഷുപ്തിയിൽ അവൻ തുര്യനാണ്, ജാഗ്രതത്തിനും സ്വപ്നത്തിനും എല്ലാം തുര്യനാണ്. പിന്നെ ഇതെല്ലാം എന്താണ്? പ്രവേശിച്ചതുപോലെ, ജാഗ്രതത്തിലേക്ക് വന്നതുപോലെ, സ്വപ്നത്തിലേക്ക് വന്നതുപോലെ. നിർദ്ദിശ്യതേ, ശാസ്ത്രം അങ്ങനെ നിർദ്ദേശിക്കുന്നു, ശാസ്ത്രം നമ്മളെ ബോധിപ്പിക്കുന്നു. ഇതാണ് പരമാർത്ഥം, ഇതാണ് പരമാർത്ഥത്തെ ഇങ്ങനെ അറിയണം. പരമാർത്ഥത്തെ അറിയേണ്ട ആവശ്യകത എന്തുകൊണ്ടാണ്? ഇതുകൊണ്ടാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അതറിയാൻ കഴിയില്ല. സുഷുപ്തനായിരുന്നാൽ ഇത് സംഭവിക്കത്തില്ല. നമ്മുടെ ഭാവനയിൽ, കൽപ്പനയിലുള്ള സമാധിയിൽ ഇത് സംഭവിക്കത്തില്ല. ഇത് ജാഗ്രത സംഭവിക്കും. ആ ജാഗ്രതയിൽ സംഭവിക്കുന്നതിന് നമുക്ക് വേണമെങ്കിൽ പറയാം സമാധി എന്ന് പറയാം, അതിനെ സുഷുപ്തി എന്ന് പറയാം, ഏത് ഭാഷയിലും പറയാം. പക്ഷെ നമുക്ക് പരിചയമുള്ള സുഷുപ്തിയിലും സമാധിയിലും ഒന്നും ഇത് സംഭവിക്കത്തില്ല. അതിനുവേണ്ടി യേശ ഇഹ പ്രവിഷ്ട, അതിനുവേണ്ടിയിട്ടാണ് ആ പരൻ ഈ ഉപാധിയിൽ പ്രവേശിച്ചിരിക്കുന്നതിനോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നത്. സ്വസ്വരൂപത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി തസ്സൃഷ്ട തദൈവനെ പ്രാവശ്യത്, സൃഷ്ടിച്ചിട്ടവൻ ഇതിന്റെ ഉള്ളിലേക്ക് കയറി. സ ഏതമേവ സീമാനം വിദാര്യ ഏതയാ ദ്വാരാ പ്രാപദ്യത. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തോ പരമാർത്ഥത്തെ ചെയ്തതുപോലെ ഈ സീമാവിനെ പുലർന്ന് അതിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്നൊക്കെ പറയുമ്പോൾ വസ്തുനിഷ്ഠമായ എന്തോ കാര്യങ്ങളെ വിശദീകരിക്കുന്നത് പോലെ തോന്നും. സ്വയം ദേവതാക്ഷത ഹന്താഹിമാ തിസ്രോ ദേവതാനേന ജീവേനാത്മനാന പ്രവിശ്യ. നാമരൂപേ വ്യാകരവാണി, ചാന്തോക്യത്തിൽ ഇതെല്ലാം വിശദമായി ചർച്ച ചെയ്തതാണ്. ഇത്യവമാദിഭി. അതുകൊണ്ട് ഇവിടെ സൃഷ്ടിച്ച് അതിൽ പ്രവേശിച്ചു എന്ന് പറയുന്നിടത്തൊന്നും ഋഷിക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ വേദത്തിന് അബദ്ധമൊന്നും പറ്റിയിട്ടില്ല. നതു സർവഗതസ്യ നിരവൈവസ്യ ദിഗ്ദേശ കാലാന്തര അപക്രമണ പ്രാപ്തി ലക്ഷണ പ്രവേശ കഥാചിത വിബോധ്യതേ. സൂര്യൻ അതിന്റെ കിരണങ്ങൾ അത്രയും ദൂരത്ത് നിന്ന് സഞ്ചരിച്ച് ഭൂമിയിൽ വന്ന് ഇവിടെയിരിക്കുന്ന കണ്ണാടിയിൽ പതിച്ച് പ്രതിബിംബം ഉണ്ടായി. അതാണ് ദിഗ്ദേശ കാലാന്തര അപക്രമണ പ്രാപ്തി ലക്ഷണ പ്രവേശം. അതാണ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് സഞ്ചരിച്ചു പോയി അവിടെ പ്രതിബിംബിക്കുക അല്ലെങ്കിൽ പ്രവേശിക്കുക. അത് ശരിയാ, അങ്ങനെ ഇവിടെ സംഭവിച്ചില്ല. പക്ഷെ ഇതിനെയും പറയും പ്രതിബിംബമാണ്, അല്ലെങ്കിൽ പ്രതിബിംബം പോലെ എന്നിടത്താണ് മതി. ഇപ്പൊ സംശയം പറയും ജീവൻ എന്താണ്? പരമാത്മാവിന്റെ പ്രതിബിംബമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, സൂര്യന്റെ പ്രതിബിംബം ജലത്തിലെന്നതുപോലെ ഇത് പ്രതിബിംബമല്ല, മറിച്ചത് പ്രതിബിംബം പോലെയാണ്. കാൽപ്പനിക പ്രവേശം. എന്തുകൊണ്ട്? സർവഗതസ്യ നിരവൈവസ്യ ദിഗ്ദേശകാലാന്തര അപക്രമണം. ഇത് സർവഗതമാണ്, സർവവ്യാപിയാണ്, നിരവയവമാണ്. അതിന് കഥാചിത ഒരു കാരണവശാലും സൂര്യ
പ്രതിബിംബം പോലെ ഒരു പ്രവേശം ജലത്തിൽ സംഭവിച്ചതുപോലെ സംഭവിക്കത്തില്ല. എന്നാൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് പറയുന്നു തമസേവ യഥാസർപ്പം സർപ്രവിഷ്ട നതുസ്വതഃ വാർത്തികാരൻ പറയുന്നു. സർപ്രവിഷ്ട മാലയും സർപ്പം പ്രവേശിച്ചിരിക്കുന്നു. നല്ലൊരു ഉദാഹരണമാണ് മാല. മാല കാണാൻ വളരെ മനോഹരമാണ്. പക്ഷെ അത് സർപ്പമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അത് ഭീകരമായി. അതുകൂടെ അതിലുദ്ദേശിക്കുന്നുണ്ട്. അതുവരെ മാല മനോഹരവും ആരും ആഗ്രഹിക്കുന്നതുമാണ്, ആരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. പക്ഷെ സർപ്പപ്രതീതിയിൽ ഉടനെ കാര്യം മാറുന്നു. എന്താ, മാലയിൽ സർപ്പം പ്രവേശിച്ചോ? അങ്ങനെ തോന്നും. ആ മാല സർപ്പമായി മാറി, അവിടെ ഒന്നും പ്രവേശിച്ചിട്ടില്ല. അതുപോലെയുള്ളൂ ഇവിടെ. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? കാരണം ഒരു അരണ്ട വെളിച്ചത്തിലായിരുന്നു ആ മാല. ഉള്ളിൽ സർപ്പത്തിന്റെ ഒരു ആശങ്കയുണ്ടായിരുന്നു. രണ്ടും കൂടി കൂടിച്ചേർന്നപ്പോൾ പെട്ടെന്ന് നിമിഷാർദ്ധം എന്ന് പറയും ഒരു ഭ്രാന്തി ഉണ്ടായി. ഇത് മാല സർപ്പമാണ് എന്നൊരു ഭ്രാന്തി ഉണ്ടായി. പക്ഷെ നിമിഷ അർത്ഥത്തിലാണ് ആ ഭ്രാന്തി ഉണ്ടായെങ്കിലും അതുകൊണ്ടുണ്ടായ ഭയം, അതുകൊണ്ടുണ്ടായ കമ്പനം, അത് ചിലപ്പോൾ മണിക്കൂറുകളോളം നിൽക്കും. ചിലപ്പോൾ ആ ഭയം ജീവിതാന്ത്യം വരെ നിൽക്കും. പറയില്ലേ, പണ്ട് അവിടെ ഭൂതത്തെ കൊണ്ട് പേടിച്ചാണ്. ഇപ്പോഴും ബുദ്ധിക്ക് സ്ഥിരത വന്നിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഒരുപാട് ചികിത്സിച്ച് മന്ത്രവാദമൊക്കെ ചെയ്ത് പ്രേതം മാറിയിട്ടില്ല എന്ന് പറയാറില്ലേ. സംഭവിക്കുന്നത് ക്ഷണാർത്ഥം കൊണ്ട്, ക്ഷണവും വേണ്ട. പക്ഷെ അതിന്റെ തുടർച്ച അത് വളരെ ഭീകരമാണ്. അതിനാണ് ഈ ഉദാഹരണം പറയുന്നത്. പ്രപഞ്ചത്തെ സംബന്ധിച്ചും അങ്ങനെ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങൾ എത്ര മണിക്കൂർ ഉറങ്ങി? പറയും, ഞാൻ 1 മണിക്കൂർ ഉറങ്ങി. കാരണം 6:30 സത്സംഗം തുടങ്ങി, ഇപ്പൊ 7:30 1 മണിക്കൂർ ഉറങ്ങി. കൃത്യമായും പറയാൻ പറ്റും. ശരി, എന്നാ നിങ്ങൾ ഉണരുന്നതിന് എത്ര സമയമെടുത്ത്? എത്ര സമയം കൊണ്ടാണ് ഉണർന്നത്? പറയാൻ പറ്റില്ല. എന്നാൽ അത് പറയില്ല. നിങ്ങൾ ഉറങ്ങുന്നതിന് വേണ്ടി എത്ര സമയമെടുത്തു? ഉറക്കത്തിലേക്ക് കിടക്കാൻ എത്ര മിനിറ്റ് എടുത്തു? അതും പറയാൻ പറ്റില്ല. അതിന് ക്ഷണാർത്ഥം വേണ്ട. തമസ് ബാധിക്കുന്നതിന് ക്ഷണത്തിന്റെ അർത്ഥം പോലും വേണ്ട. അറിയത്തില്ല. ഉറങ്ങിയ വിവരം തന്നെ പറഞ്ഞപ്പോഴറിഞ്ഞു. ഇതുവരെ ഉറക്കമായിരുന്നെങ്കിലും, ഇതുവരെ ഞാൻ ഉറങ്ങുകയായിരുന്നല്ലേ. അതിന് ക്ഷണാർത്ഥം പോലും വേണ്ട. പക്ഷെ തുടർന്ന് വരുന്ന കാര്യങ്ങൾക്ക് അത് നീണ്ടു നിൽക്കുന്നു. അതാണ് മനോഹരമായ മാലയെ സർപ്പമാണെന്ന് ധരിക്കുക. ആ തമസ്സുകൊണ്ട്, തമസ് നിമിത്തമായി, അല്ലെങ്കിൽ എന്തോ ഒരു ഭ്രാന്തി, വിശദീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം. അതുകൊണ്ട് പിന്നീട് ഭയം, ചിലപ്പോൾ മനസ്സിന്റെ സമനില തെറ്റുന്നു. എന്ത് സംഭവിക്കാം? മനസ്സിന്റെ ശക്തിയും ബലവും യോഗ്യതയൊക്കെ അനുസരിച്ച്. ധീരനാണെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. ധൈര്യമില്ലാത്തവരാണെങ്കിൽ വിറയ്ക്കും, ഭയക്കും. അതാണ് തമസൈവ യഥാസർപ്പം സർപ്പ പ്രവിഷ്ട. ഇവിടെ പറയുന്നു, നമുക്ക് പറയാം മാലയിലേക്ക് സർപ്പം പ്രവേശിച്ചു. ഇത് പറയുമ്പോൾ ഇതുമായിട്ട് നേരിട്ട് ബന്ധമുള്ള അല്ലെങ്കിലും സന്ദർഭം വന്നുകൊണ്ട് പറയും. വളരെ പ്രശസ്തനായ ഒരു ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്, ശങ്കരാചാര്യര് രജ്ജുവിൽ സർപ്പം എന്നേ പറഞ്ഞിട്ടുള്ളൂ.
ഈ മാലയിൽ സർപ്പമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ശങ്കരാചാര്യർക്കോ അല്ലെങ്കിൽ ശങ്കരാചാര്യ ശിഷ്യന്മാർക്കൊന്നും അറിയത്തില്ലായിരുന്നു. അത് ശങ്കരാചാര്യർക്ക് പറ്റിയ ഒരു വലിയ അബദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം, വിവരമില്ലാത്തതുകൊണ്ട്. വലിയ ആചാര്യനാണ്, വലിയ ഗുരുവാണ് പറഞ്ഞത്, ലോകപ്രശസ്തനായ ഗുരുവാണ് പറഞ്ഞത്. പക്ഷെ വിവരക്കേടാണ്. പേര് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ ഒരുപാട് പേര് ആരാധിക്കുന്ന ഗുരുവാണ്, ഗുരുവിന് വിവരമില്ലെന്ന് ഞാൻ പറഞ്ഞത്. അത് വേറെ ആരുടെടുത്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. അങ്ങനെ ഒരു ഗുരു പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ശങ്കരാചാര്യർക്ക് ശിഷ്യന്മാർക്കൊന്നും അറിയാത്ത കാര്യമാണ്. മാലയിൽ സർപ്പം എന്ന് പറയുന്നത് ശങ്കരാചാര്യർ പ്രയോഗിച്ചിട്ടുണ്ടെന്ന് വാർത്തകാരൻ ഇവിടെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു. ശങ്കരാചാര്യർ പറഞ്ഞ ഇത് വളരെ പ്രസിദ്ധമായ ദൃഷ്ടാന്തമാണ്. അടുത്ത കാലത്തൊന്നും ആരും പറഞ്ഞതല്ല. മാല സർപ്പമാകുന്നു. അതുകൊണ്ട് അദ്വൈതത്തിൽ പുതുതായിട്ടൊന്നും കൂട്ടിച്ചേർത്തിട്ടുമില്ല ആരും. അദ്വൈതത്തെ സംബന്ധിച്ച് ശങ്കരാചാര്യർ പറഞ്ഞതിനപ്പുറം ആരെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്നതുപോലെയുള്ളൂ. അത് വേറെ ആർക്കും കൂട്ടിച്ചേർക്കാൻ സാധ്യമല്ല. കാരണം അദ്വൈതം ഏകമാണ്. അതാണ് ശങ്കരാചാര്യർ വെളിപ്പെടുത്തിയത്. അത് പിന്നെ എന്താ ഇനി കൂട്ടിച്ചേർക്കും? പിന്നെ വിവരക്കേടുകൊണ്ട് ഓരോരുത്തർ ഓരോന്ന് വിളിച്ചു പറയും. ഏറ്റു പറയാൻ കുറെ മൂഢന്മാർ പുറമേ നടക്കും. ഞാൻ വയലന്റ് ആവുന്നതിന് മുൻപ് നിർത്തുകയാണ്. തമസൈവ യഥാ സർപ്പം സർപ്രവിഷ്ട നതു സ്വതഃ. സ്വയം സംഭവിക്കുന്നില്ല, സ്വതം അങ്ങനെ സംഭവിക്കുന്നില്ല. തമസ ഒരു ഭ്രാന്തി, ഒരു അവിവേകം എങ്ങനെയോ സംഭവിക്കുന്നു. അതുപോലെ പ്രത്യേകാജ്ഞാന ഹേതുത്വം ആത്മേ ഏവം മായ ജഗത്. ഇവിടെ പറയുന്നത് നോക്കുക. പ്രത്യേകാജ്ഞാന ഹേതുത്വം നേരത്തെ പറഞ്ഞു. എന്താണ് യത് മോഹോത്ഥം? ഉത്ഥം എന്ന് വെച്ചാൽ ജനിച്ചത്, ഉണ്ടായത്, പ്രകടമായത്, അഭിവ്യക്തമായത്, പ്രകാശിച്ചത്, എങ്ങനെയൊക്കെയാണ് അർത്ഥം. ഉയരുന്നത്, ഉത്ഥം എന്ന് പറയുന്ന അർത്ഥത്തിലാണ്. അപ്പൊ അതുപോലെ ഇവിടെ പ്രത്യേക അജ്ഞാന ഹേതുത്വം, പ്രത്യേക അജ്ഞാനത്തിൽ നിന്നുണ്ടായതാണ്. സ്വസ്വരൂപ ബോധം ഇല്ലാത്തതുകൊണ്ടുണ്ടായതാണ്. അതാണ് പറയുന്നത് ഇവിടെ തന്നെ ആ സ്വസ്വരൂപബോധം ഉണ്ടാവണം. സമാധിയിലൊന്നും പോയി ഉണ്ടായാൽ ശരിയാവത്തില്ല. അതിനിപ്പോ പറയും അടുത്ത് യോഗികൾക്ക് നല്ല ശിക്ഷ കൊടുക്കുന്നുണ്ട് വരുന്ന ഭാഗത്ത്. ചിത്തവൃത്തി നിരോധത്തിനെയൊക്കെ, ധ്യാനാഭ്യാസങ്ങളെയൊക്കെ ശരിക്കും ശിക്ഷിക്കുന്നുണ്ട്. അദ്വൈതം എന്താണെന്ന് അടുത്ത് പറയുന്നുണ്ട് വരുന്ന ഭാഗങ്ങൾ. പ്രത്യേക അജ്ഞാന ഹേതുത്വം, ആ പ്രത്യേക അജ്ഞാനത്തിൽ നിന്നുണ്ടായതാണ്. സ്പഷ്ടമല്ല. എന്തുകൊണ്ടാണ് നീ നിന്റെ സ്വരൂപത്തെ അറിയാത്തത്? ആചാര്യം പറയുന്നു, ശാസ്ത്രം പറയുന്നു, എനിക്കറിവില്ല. അത് തന്നെ ഒരു ഹേതുവേ പറയാനുള്ളൂ, എനിക്കറിവില്ല. അറിവില്ലായ്മയാണ് ഹേതു. സ്വയം വിളിച്ചു പറയല്ലേ, എനിക്കറിയില്ല, വേറൊന്നും എനിക്ക് പറയാനില്ല. ആണ് പ്രത്യേക അജ്ഞാന ഹേതുത്വം. അങ്ങനെയാണെങ്കിൽ പറയുന്നു ആത്മാ ഏവം മായയാ ജഗത്. അങ്ങനെയാണെങ്കിൽ ഈ സ്വരൂപം, ഈ പരമാത്മാവ് തന്നെയാണ് ഇപ്രകാരം. എപ്രകാരം? ആ മാലയിലേക്ക് സർപ്പം പ്രവേശിക്കാതെ തന്നെ മാലയെ സർപ്പമായി കാണുന്നു. അതുപോലെ മായ ജഗത്, ആ പരമാത്മാവ് തന്നെ ഈ ജഗത്തായി അനുഭവപ്പെടുന്നു. ആ പരമാത്മ സാക്ഷാത്കാരത്തിന് പകരം ജഗത് സാക്ഷാത്കാരം, അത് പരമാത്മാവ് തന്നെയാണ്.
പിന്നെ ശങ്കരാചാര്യ പറയും, ഒന്ന് നാമരൂപാത്മകം, ഒന്ന് സച്ചിദാനന്ദം. അത് ഈ പ്രത്യേക അജ്ഞാനത്തിൽ നിന്ന് ഇത് അനുഭവപ്പെടുന്നുകൊണ്ട് പറയുന്നതാണ്. പക്ഷെ ഇവിടെ വർത്തമാനം പറയുന്നു ആത്മാ മായ ജഗത്, ആത്മാവ് ജഗത്തായിരിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആത്മാവ് തന്നെയാണ് ജഗത്ത്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒന്നുകൂടെ പറയും, അതുകൂടെ ശ്രദ്ധിക്കണം. അല്ല, ആത്മാവ് ജഗത്തെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ വരും. മായയ അല്ലെങ്കിൽ അജ്ഞാനം. ഇവിടെ അജ്ഞാനം മായ എന്നും പറയുന്നതിന് വ്യത്യാസമൊന്നും, അതിന്റെ പേരിൽ ചിലർ വഴക്കുണ്ടാകും. എന്താണിത്? അജ്ഞാനം വേറെയാണ്, മായ വേറെയാണ്, മറ്റതാണ് മറിച്ചതാണ്, അവിദ്യ വേറെയാണ്. എന്തെങ്കിലും പറഞ്ഞ് തർക്കിച്ചേ ഉറക്കം വരും. ഇതിലൊക്കെ പിടിച്ച് തൂങ്ങി തർക്കിക്കും. അതിലൊന്നും കാര്യമില്ല. ഇവിടെ പറയുന്നു മായ, എന്ത് പേര് വേണോ വിളിച്ചു, ഭ്രാന്തി എന്നോ മായ എന്നോ അജ്ഞാനമെന്നോ. ഇതൊക്കെ ഈ ഭാഷയിലല്ലേ, വേറെ ഭാഷയിൽ പറഞ്ഞാൽ വേറെ പേര് വരും. ഭാഷയിലോ ശബ്ദത്തിലോ വല്ല കാര്യമുണ്ടോ? അനുഭവമാണ് മുഖ്യം. അജ്ഞാനം സ്വാനുഭവമാണ്. നീ എന്തുകൊണ്ട് നിന്നെ അറിയുന്നില്ല? അറിയില്ല, എനിക്കറിയില്ല, വേറൊന്നും പറയാനില്ല. അപ്പൊ ഇതിന് കാരണം ആ സ്വയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അറിവില്ലായ്മ തന്നെയാണ്. നീ എന്തുകൊണ്ട് ഇതൊക്കെ കാണുന്നു അല്ലേ? ചോദിക്കുന്നു, വെളുപ്പ് വെളുത്തതായി എന്തുകൊണ്ട് അനുഭവപ്പെടുന്നു, ചുവപ്പ് ചുവന്നായി എന്തുകൊണ്ട് അനുഭവപ്പെടുന്നു, ഈ വർണ്ണങ്ങൾ എന്തുകൊണ്ട് ഇതേ രീതിയിൽ അനുഭവപ്പെടുന്നു? എനിക്കറിയത്തില്ല, ഇതിങ്ങനെ അനുഭവപ്പെടുന്നു. ഇനി അതിന് വിശദീകരിക്കാൻ പോയാൽ അവിടെയും ചോദിക്കാം. എന്റെ വിശദീകരണത്തിന് ശേഷം ചോദിക്കാം, അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. അവസാനം ഇത് പറയേണ്ടി വരും, എനിക്കറിയില്ല. ഈ ജഗത് പ്രതീതി, അതിനും സമാധാനം ഇത് തന്നെ, അറിയില്ല. നിന്റെ സ്വരൂപത്തെ എന്തുകൊണ്ട് അറിയുന്നില്ല, അതിന് സമാധാനം തന്നെ, അറിയില്ല. അറിവില്ലായ്മ, അജ്ഞാനം. ഇതിൽ കൂടുതൽ എന്താ ഈ തത്വത്തെക്കുറിച്ച് ആചാര്യന്മാർക്ക് വിശദീകരിക്കാനുള്ളത്? ഇതിനപ്പുറം എങ്ങനെയാണ് ഇതിനെ വെളിപ്പെടുത്തുന്നത്? മായ ആത്മാ ഏവം, എങ്ങനെയാണോ ആ സർപ്പം അതിൽ പ്രവേശിക്കാതെ തന്നെ സർപ്പമായത്, അതുപോലെ ആ സുഷുപ്തിയിൽ ഇതൊന്നും അനുഭവിക്കാതിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവിടെ ഗുരു വേണോ, ശാസ്ത്രം വേണോ, മോക്ഷം വേണോ, ആത്മാവുണ്ടോ, അനാത്മാവുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? പിന്നെ അങ്ങേറ്റം അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ പറയാനുള്ള ഒന്ന് മാത്രം, പരമാനന്ദം. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനാണ് പരമാനന്ദം എന്ന് പറയുന്നത്. ഒരാനന്ദത്തെ അനുഭവിക്കാതെ പറയാം, അത് പരമസുഖം. പക്ഷെ അത് കൈവിട്ടുപോയി. ആ പരമസുഖം കൈവിട്ടപ്പോ പിന്നെ വേറെ വഴിയില്ല. എങ്ങനെ കൈവിട്ടു? മായ, ഇതല്ല, പിന്നെ അനുഭവിക്കുന്ന ഈ സുഖമാണ്. ഈ സുഖവും ദുഃഖവും എന്ത്? അത് തന്നെയാണ് ആത്മാ മായ ജഗത്ത്. ആത്മാവ് തന്നെയാണ് മായ കൊണ്ട് ജഗത്തായി അനുഭവപ്പെടുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ ആ പറഞ്ഞതിനാണ് വിശദീകരിച്ചത്. എന്നത് സർവഗതസ്യ നിരവയസ്യ ദേശകാലാന്തര അപക്രമണ പ്രാപ്തി ലക്ഷണ പ്രവേശ കഥാചിത വിഭവത്യത. അല്ലാതെ ഇത് പ്രതിബിംബമാണെന്ന് പറഞ്ഞാൽ നേരത്തെ നിഷേധിച്ച അർത്ഥത്തിലാണ്. അപ്പോൾ ഇത് പ്രതിബിംബമാണെന്ന് പറയാം, അല്ലെന്ന് പറയാം. ഇത് രജ്ജു സർപ്പം പോലെയാണെന്ന് പറയാം, അല്ലെന്ന് പറയാം. മരുമരീചിക പോലെയാണെന്ന് പറയാം, അല്ലെന്ന് പറയാം. ഇത് സ്വപ്നം പോലെയാണെന്ന് പറയാം, അല്ലെന്ന് പറയാം. ഇത് ഭ്രാന്തിയാണെന്ന് പറയാം, അല്ല ഇത് പരമാർത്ഥമാണെന്ന് പറയാം. ശബ്ദത്തിന് കാര്യമൊന്നും ഇവിടെ പറയും. യത് പരഹ ശബ്ദ സശബ്ദാർത്ഥ. മീമാംസയുടെ ഒരു വലിയ ന്യായമാണ്. നിങ്ങൾ ഇന്ന ശബ്ദത്തിന് ഇന്ന അർത്ഥം എന്ന് പറഞ്ഞ് ശബ്ദത്തിന്റെ അർത്ഥത്തിൽ കടിച്ചു തൂങ്ങരുത്. എന്താണ് മോക്ഷം, എന്താണ് ആത്മാവ് എന്ന് ചോദിക്കാറുണ്ട്. എന്താ ഈ മോക്ഷം, ആത്മാവെന്നൊക്കെ പറയുമ്പോൾ നിന്റെ മനസ്സിൽ ചില സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പങ്ങൾ വെച്ചുകൊണ്ടല്ലേ ചോദിക്കുന്നു. ആത്മാവ് മോക്ഷം എന്നൊക്കെ പറയുന്ന ശബ്ദത്തിന്റെ താല്പര്യം അതാണോ? നിന്റെ സങ്കല്പമാണ്.
അതാണോ അതിന്റെ താല്പര്യം? അല്ലല്ലോ. എന്നാലും തന്റെ സങ്കല്പങ്ങളിൽ തൂങ്ങിയെന്നുകൊണ്ടാണ് തന്റെ ചോദ്യം. മറുപടി പറഞ്ഞാൽ എങ്ങനെ ബോധിക്കുന്നു? ശബ്ദം എന്ന് പറയുന്നത് എന്താണോ അതിന്റെ താല്പര്യം അതിനെടുക്കുക. അപ്പോൾ ജഗത്ത് സത്യമാണെന്ന് പറഞ്ഞാലും ജഗത്ത് മിഥ്യയാണെന്ന് പറഞ്ഞാലും എന്താണ് അതിന്റെ താല്പര്യം? ആ താല്പര്യത്തെ എടുക്കുക. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതാണ് അത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി വിശദീകരണം. വീണ്ടും 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 അതിനെ വിശദീകരിക്കുന്നു. എന്നുവെച്ചാൽ പരാതാത്മനോ അന്യോ അസ്ഥി പറയുന്നു. ഇവിടെ അനുപ്രവേശം നടത്തി ബുദ്ധി എന്നൊരു ഉപാധി വന്നു, അതിലൊരു ജീവൻ വന്ന് പ്രവേശിച്ചു, പിന്നെ അവൻ ബന്ധനം അനുഭവിക്കുന്നു. എന്തെല്ലാം കൽപ്പനകളാണ് ഇതിനെ തുടർന്ന് വരുന്നത്. പറയുന്നു അതൊന്നുമില്ല. പരാതാത്മനോ അന്യോ അസ്ഥി, ആ തത്വത്തിൽ നിന്ന് അന്യമായിട്ട് ഇവിടെ ഒന്നുമില്ല. ജഗത്തുമില്ല, ഗുരുവുമില്ല, ശാസ്ത്രവുമില്ല, ബന്ധവുമില്ല, മോക്ഷവുമില്ല, ശിഷ്യനുമില്ല. പറയുന്നു പരാതാത്മനോ അന്യോ അസ്ഥി നാന്യാതോ അസ്ഥി ദ്രഷ്ടൃ നാന്യോതി അസ്ഥി ശ്രോതൃ ഇത്യാദി ശ്രുതേരിത്യബോധം. ശ്രുതി പറയുന്നു എന്താണ്? നീ ഇപ്പൊ ശ്രോതാവായിരിക്കുന്നു, നീ കാണുന്നവനായിരിക്കുന്നു. അപ്പൊ കാണുന്നവനും കേൾക്കുന്നവനുമായിരുന്നു കൊണ്ട് ഈ നാനാത്വത്തേക്ക് അനുഭവിക്കുന്നു. അതുകൊണ്ട് പറയുന്നു ഇതൊക്കെ ഉള്ളതാണ്. ഇവിടെ ബന്ധം മോക്ഷവുമായി ഇതൊക്കെ ചിന്തിക്കുന്നു. പരമാർത്ഥം ശ്രുതിയുടെ താല്പര്യം എന്താണ്? ഇതിൽ നിന്ന് അന്യമായിട്ട് ദ്രഷ്ടാവില്ല, ഇതിൽ നിന്ന് അന്യമായിട്ട് ശ്രോതാവില്ല. നാന്യത്തോ അസ്തി ദ്രഷ്ട ശ്രോത പറയുന്നു. ഇത്യാദി ശ്രുതിയിൽ ഞാനിത് എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞു. ഭാഷകാരൻ പറയുന്നു എത്രയോ തവണ പറഞ്ഞു. പക്ഷെ ഭാഷകാരൻ ഇത്യബോധം അതിന് വീണ്ടും ആ സംശയങ്ങൾ മനസ്സിൽ കൊണ്ടിരുന്നുകൊണ്ട് പറയുകയാണ്. ബധിരന്റെ മുമ്പിൽ സംഗീതാലാപനം നടത്തുന്നത് പോലെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചിലപ്പോൾ ബധിരനും തലയാട്ടിയെന്നിരിക്കും. നോക്കുമ്പോൾ ചുറ്റുപാടെ ഇരിക്കുന്നവരൊക്കെ തലയാട്ടുന്നു. എന്നാൽ ഞാനും തലയാട്ടി കളഞ്ഞു. തനിക്ക് സംഗതി എന്താണെന്ന് കേൾക്കാൻ വയ്യ എന്നതുപോലെ. അതുകൊണ്ട് പറയുന്നു, ഞാനിത് പലതവണ പറഞ്ഞതാണോ, പിന്നെ പറഞ്ഞതിനെ അവിടെ ഉപസംഹരിക്കേണ്ട എന്താണ്? ഉപലബ്ധ്യർത്ഥത്വച്ച സൃഷ്ടിപ്രവേശസ്ഥിത്യപ്യ വാക്യാന. ഇതെല്ലാം ശ്രുതി ഇക്കാര്യം പറയുന്നത് ഉപലബ്ധ്യർത്ഥത്വം, അത് ഈ ഉപലബ്ധിക്ക് വേണ്ടി, ഈ സാക്ഷാത്കാരത്തിന് വേണ്ടി. എന്തു പറയുന്നത്? ഒരു സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു, പിന്നെ ഒരു ലയത്തെക്കുറിച്ച് പറയുന്നു, ഒരു നിലനിൽപ്പിനെ കുറിച്ച് പറയുന്നു. സൃഷ്ടി പ്രവേശസ്ഥിതി അപ്യം, പിന്നെ അതിൽ പ്രവേശിച്ചതിനെ കുറിച്ച് പറയുന്നു. ഒരുപാട് കഥകൾ പറയുന്നു. ഇത് വെച്ചിട്ട് പുതിയ സയൻസ് ഉണ്ടാക്കാനൊന്നുമില്ല. ശ്രുതിക്ക് അതേ താല്പര്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പം നിങ്ങളുടെ ബുദ്ധി ചാതുര്യം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് എന്ത് സയൻസും ഉണ്ടാകും. പക്ഷെ ശ്രുതിയുടെ താല്പര്യം അതല്ല, ഉപലബ്ധ്യർത്ഥത്വ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനിയും ഇത് തന്നെ പറയും. എന്തിനീ സൃഷ്ടി? ഉപലബ്ധിക്ക് വേണ്ടി, സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി. അത് സാക്ഷാത്കരിക്കാൻ കഴിയും. അതിവിടെ ഈ സൃഷ്ടിയിലെ അത് സാക്ഷാത്കരിക്കാൻ പറ്റൂ. ഈ മായയിലെ അത് സാധ്യമാകൂ. മായ എന്ന് പറയുന്നൊരു ഉപാധി ആശ്രയിച്ചേ പറ്റൂ, അല്ലാതെ സാധ്യമല്ല. അത് എന്തിനത്? അതാണ് അതിന്റെ സ്വഭാവം. അതതിന്റെ സ്വഭാവമാണ്. വേറെ തരത്തിൽ പറയാം, അതിനാണ് ലീല എന്നൊക്കെ പറയും. സ്വഭാവം എന്നുള്ള അർത്ഥത്തിൽ ഇതിന്റെ സ്വഭാവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാണ് ലൂത ദൃഷ്ടാന്തമൊക്കെ പറയുന്നത്. ചിലന്തി അതിന്റെ ഉള്ളിലിരിക്കുന്ന നൂല് വലിച്ചെടുക്കുന്നു, എന്നിട്ടത് ഉണ്ടാക്കുന്നു അതിന്റെ പാർപ്പിടത്തെ, പിന്നെ അത് തിരിച്ച് തന്നിലേക്ക് വലിക്കുന്നു. അതൊരു വിനോദം പോലെ അത് സംഭവിക്കുന്നു. അതുപോലെ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം നടക്കുന്നു. അതിനുള്ളിൽ അത് തന്നെ സ്വയംപ്പെടുന്നു, അത് തന്നെ ബന്ധത്തെ അനുഭവിക്കുന്നു, അത് തന്നെ മോക്ഷം നൽകുന്നു. ആകെ മൊത്തം ഇതൊരു വിനോദം, ലീല, അല്ലെങ്കിൽ അത് സ്വഭാവം. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ
അത് ഇതിന്റെ സ്വഭാവം എന്നറിയുമ്പോൾ പിന്നെ പ്രശ്നമില്ല, പിന്നെ ചോദ്യമില്ല. ഇത് സ്വഭാവമാണെന്ന് അറിയാത്തവനാണ് ചോദ്യം. എന്നാൽ ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നു. അതങ്ങനെ അങ്ങിരുന്നാൽ പോലെ ഇരുന്നു നിർഗുണമായിട്ട്. പിന്നെ ഇതൊക്കെ ഇത് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. ഇത് സ്വഭാവമാണെന്ന് ബോധ്യപ്പെട്ടവന് ആ ചോദ്യമില്ല. ഇത് സ്വഭാവമാണെങ്കിൽ പിന്നെ എന്തിനു ചോദിക്കണം? പിന്നെ ആർക്കാ പ്രശ്നം? പിന്നെ ആർക്കാണ് പ്രശ്നം? ഇത് ഇതിന്റെ വസ്തു സ്വഭാവമാണ്. അഗ്നിയുടെ സ്വഭാവമാണ് ദാഹം, അഗ്നിയുടെ സ്വഭാവമാണ് പ്രകാശം. പിന്നെ അതിനെക്കുറിച്ച് എന്താ ചോദ്യം? ദാഹിക്കുന്നതിലോ പ്രകാശിക്കുന്നതിലോ ആർക്കെങ്കിലും പരിഭവമുണ്ട്? അതെന്തിനങ്ങനെ സംഭവിക്കണം എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. അതാണ് പരമാർത്ഥം എന്ന് വെളിപ്പെടുത്തിയാൽ പിന്നെ എന്തിനിതൊക്കെ എന്നുള്ള ചോദ്യത്തിനുള്ള പ്രസക്തിയില്ല, സ്വഭാവത്തിൽ ചോദ്യമില്ല. ഇത് ഇങ്ങനെയാണ്. അവൻ അത് സ്വഭാവമാണെന്ന് അറിയുന്നവൻ ആ വിഷയത്തെ സംബന്ധിച്ച് നിശ്ചിന്തനാവും. പിന്നെ അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം ഉദിക്കുന്നില്ല. ഇതെന്തിനു വേണ്ടി? നിസ്സംശയം സംശയരഹിതമായ അവസ്ഥ എത്തിച്ചേരുന്നു. ആ സംശയരഹിതമായ ആ തത്വത്തെക്കുറിച്ചുള്ള ബോധമാണ് അവിടെ ശേഷിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് സാക്ഷാത്കാരം, തത്വജ്ഞാനം എന്ന് പറയുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നു എന്താണ്? ഉപലബ്ധി അർത്ഥത്വച്ച സൃഷ്ടി പ്രവേശ, സൃഷ്ടി പ്രവേശം സ്ഥിതി അപ്യലയം, ഇതെല്ലാം ഈ വാക്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ പരമാത്മാ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്. ശരി, ഇത് അറിഞ്ഞിട്ടെന്താ പ്രയോജനം? ഇവിടെ ശരി, ഇതറിയുന്നു എന്ന് പറയുന്നു. അതും അറിയാത്തവന്റെ ചോദ്യമാണ്. അറിയുന്നവന് ചോദ്യമില്ല. എന്താണ്? ഉപലബ്ധി പുരുഷാർത്ഥത്വ ശ്രവണ. ഇവിടെ ബന്ധമുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഇവിടെ മോക്ഷമുണ്ട്. ബന്ധമുണ്ടടുത്ത് മോക്ഷമുണ്ട്. അവിടെ ഉള്ളൂ. ബന്ധിച്ചെടുത്താണോ? കെട്ടിയ കയറിനല്ലേ അറുത്ത് വിടാൻ പറ്റും. ബന്ധമുള്ളിടത്ത് മോക്ഷമുണ്ട്. അപ്പൊ ഈ ഉപലബ്ധിയെ, ഈ സാക്ഷാത്കാരം, അതും സമാനം പറയുന്നുണ്ട്. പുരുഷാർത്ഥത്വമാണ്, പുരുഷാർത്ഥം ആണെന്ന് അതിന് പറയുന്നുണ്ട്. അവൻ ഇവിടെ കൃതകൃത്യനായിത്തീരുന്നു. അവന്റെ മനസ്സിൽ പിന്നീട് ഈ വിഷയത്തെക്കുറിച്ചൊരു ചോദ്യം ഉദിക്കുന്നില്ല. അതിനുള്ള അവസരമില്ല. ശിഷ്യതേ ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ ഹരി ഓം.